ഉത്തമവും ശുഭകരവുമാണ് സകലതും. ഇനി വന്ന കാര്യം നടന്നു വെച്ച് മുമ്പോട്ട് നടക്കുക. വേദപുരം ഗ്രാമമല്ലേ ഇത്? അതെ. കില്ലാടിമാരുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴി അതാ. ഏത് വീടാ? കില്ലാടി. എടാ, നമ്മുടെ പഴയ കിണർ മേശന്മാരുടെ കാര്യം ഇവരീ പറയുന്നത്. അവിടെ ആരെ കാണാനാ? ശ്രീകണ്ഠ കില്ലാടിയുടെ മകൻ സുന്ദരൻ കില്ലാടിയെ. ഈ കില്ലാടി എന്നൊന്നും ഇവിടെ ആർക്കും മനസ്സിലാവത്തില്ല. പ്രേമേന്ദ്രൻ എന്ന് പറയണം. ആളിപ്പതേ ആ വായനശാലയിലുണ്ട്. സീതയും കെട്ടോണ്ട് പോകാൻ തുടങ്ങുക പുഷ്പവിമാനത്തിൽ. മനസ്സിലായില്ലേ? അവിടെ നാടക റിഹേഴ്സൽ നടക്കുക. ജഡായു പുഷ്പവിമാനം തടയുന്ന ഭാഗം. ചെല്ല് ചെല്ല്. ശ്രീരാമഭക്തിയെ കട്ടുകൊണ്ട് ആകാശമാർഗേ ഗമിക്കുന്ന തസ്കര, വൈദേഹിയെ കൊണ്ടുപോവാൻ വിടില്ല ഞാൻ മൂട നിശാചര. ഇതെന്താടാ പുറത്ത് വേറൊരു പുരാണ നാടകം? അല്ലേ എന്താ? ഞങ്ങൾക്ക് സുന്ദര കില്ലാടി ഒന്ന് കാണണം. ഇത് എന്താ എന്താ കാര്യം പറ. നേരിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാ. ഓ, മനസ്സിലായി. ഇങ്ങോട്ട് വാ. ലാടന്മാരുടെ സെറ്റാ. നമ്മൾ നാടകം ആദ്യമായിട്ട് ബുക്ക് ചെയ്യാൻ വന്നിരിക്കുക. കരിങ്കൊരുങ്ങ രസായനത്തിന്റെ പൂത്താശുള്ളവരാ. വല്ലണ്ടാം ദൂരത്തിലും ചെന്ന് കളിക്കാനായിരിക്കൂ. പിന്നെ നിന്റെ കുടുംബ പേരൊക്കെ പറഞ്ഞിട്ട് റേറ്റ് കുറയ്ക്കാനുള്ള ശ്രമ. പൊന്നു മോനെ, കാശ് കുറയ്ക്കല്ലേ. ഇതിലെ പിടിച്ചോ. ആരാ? എന്താ തിരക്കിയത്? കില്ലാടി കുടുംബത്തിലെ സുന്ദരൻ കില്ലാടി തന്നെ അല്ലേ? അതെ. എന്താ കാര്യം? ഇങ്ങോട്ട് വന്നിട്ട് കാര്യമൊക്കെ പറയാം. ഇങ്ങോട്ട് വന്നിട്ട് എല്ലാം പറയാം. കാര്യം പറഞ്ഞു. അങ്ങോട്ട് കാലില് വീണോണ്ടൊന്നും റേറ്റ് കുറയ്ക്കൂല. 107 കിലോമീറ്റർ കാൽനടയായി വന്നവരാ ഞങ്ങൾ. കിനാവൂർ എന്ന ദേശത്തെ സ്വപ്നഭൂമി എന്ന് പറയുന്ന ഗ്രാമത്തിൽപ്പെട്ടവരാ. അവിടെ 403 കുടുംബങ്ങളുണ്ട്. അതിൽപ്പെട്ട 12,000-ൽ പരം മനുഷ്യര് ഈ ലോകത്തിലെ ഒരേ ഒരാളുടെ കാരുണ്യത്തിന് വേണ്ടി കാത്തിരിക്കുക. കാരുണ്യോ? ആരുടെ കാരുണ്യത്തിന്റെ കാര്യം? ഈ നിൽക്കുന്ന സുന്ദരകില്ലാടിയുടെ കാരുണ്യം തന്നെ. ഞങ്ങളുടെ സ്വപ്നഭൂമി വെള്ളമില്ല. വർഷങ്ങളായിട്ട് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സൈരന്ത്രി നദിന്നാണ്. സൈരന്ത്രി ഡാമിന്റെ പണി കഴിഞ്ഞപ്പോ കാവേരിയുടെ കൈവഴിയായ ഞങ്ങളുടെ സൈരന്ത്രി നദിയുടെ ഗതി റിസർവോയിലോട്ട് തിരിച്ചുവിട്ടു. അങ്ങനെ ഞങ്ങളുടെ സ്വപ്നഭൂമി മരുഭൂമിയാകുക. സംഭാവന എന്ന് പറഞ്ഞാ ഞങ്ങളും ആകെ ടൈറ്റിലാണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കിനി നാക്ക് നനയ്ക്കാൻ പോലും വെള്ളമില്ലാത്ത ഒരു അവസ്ഥയാണ് വരാൻ പോണത്. സർക്കാർ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. ഒരു ഫലവുമില്ല. ഇവിടുന്ന് ഞങ്ങളെ കൈവിടരുത്. ഹായ്, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അത് കൊള്ളാം. പാതാള ദേവതമാരെ ഉപാസിച്ച് ഭൂമിക്കടിയിലെ 300 കോടി നീർപ്പെരുമാറ്റങ്ങളുടെ കൈയും കണക്കും മനപ്പാടമാക്കിയ വേദപുരം കില്ലാടി കുടുംബത്തിലെ ഇളവറക്കാരനാണ് ഞങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത്. മാമൂല് പ്രകാരം കിണർ കുത്താൻ വിധിച്ചിട്ടില്ലാത്ത ഭൂമിയാണ് ഞങ്ങളുടേത്. പക്ഷെ വെള്ളം മുട്ടി മരിക്കാൻ പോകുമ്പോ ഞങ്ങള് മാമൂല് നോക്കിയിരുന്നാൽ എങ്ങനെയാ? ഇതിനകം പലരെയും കൊണ്ടുവന്ന് കിണർ കുത്താൻ പല സ്ഥലത്തും ശ്രമിച്ചു നോക്കി, ഫലിച്ചില്ല. ശ്രീകണ്ഠ കില്ലാടി ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ഒരു മകനെ എപ്പോഴും ഉള്ളൂ എന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞു. എങ്ങനെങ്കിലും ഈ കിണർന്ന് കുത്തി തന്നെങ്കിൽ. അയ്യോ, ഞാനോ? എനിക്ക് കിണറിന്റെ ABCD പോലും കുത്താൻ അറിയില്ല. കിണർ കുത്തുന്ന പാരമ്പര്യമൊക്കെ അച്ഛനപ്പന്മാരോട് തീർന്നു. ഞങ്ങൾ ആരും ഒന്നും പഠിച്ചിട്ടില്ല. കില്ലാടി കുടുംബത്തിലെ ഒരു കുട്ടി മുട്ടുസൂചിയിട്ട് നിലത്തൊരു കുത്തിയാ മതി ജലദേവത ഭരണകുംഭം ഉയർത്താൻ എന്നാ വിശ്വാസം. അതൊക്കെ പഴയ വിശ്വാസങ്ങളല്ലേ. ഇപ്പോഴതൊക്കെ പറഞ്ഞിട്ടെന്താ കാര്യം? കില്ലാടി ഞങ്ങളെ ഉപേക്ഷിക്കരുത്. വേഗ അഭയ. ഞാൻ ചെയ്യാം, പക്ഷെ എനിക്കൊന്ന് ആലോചിക്കണം. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഞാനിപ്പോ വരാം. ഇപ്പൊ വരാം. ഒന്ന് മാറിയേ. നിക്ക്. പിന്നെ രാമായണാണ് നാടകം. പകല് ജോലിയാ. പറഞ്ഞ തുക കൂടെ സമ്മതിച്ചോ? അതല്ല വാസുണ്ണ, ഞാനിപ്പോ അവരുടെ നാട്ടിൽ ചെന്ന് അവർക്ക് വേണ്ടി ഒരു കിണറ് കുത്തിക്കൊടുക്കണോന്ന്. കിണറോ? അപ്പൊ നാടകം കളിക്കണ്ടേ? അല്ലെന്നേ, നാശോട്ട് വിടുന്നില്ല. അവർക്കിപ്പൊ എന്നെ വേദപുരം കില്ലാടിയായിട്ട് അവരുടെ നാട്ടിൽ കൊണ്ട് എന്നെ കൊണ്ടൊരു കിണർ കുത്തിക്കണം. ചിലക്കാണ്ട് പോകാൻ പറയടാ. എവിടെ പോകാൻ? അവന്മാരെന്റെ ചുറ്റും കൂടി വെറുതെ പേടിപ്പിക്കാം, വെറുതെ റൗണ്ട് ചെയ്യാന്ന്. അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ അപ്പൂപ്പൻ ശങ്കു അലുവാങ്കു ആ പാതാള കൈയെടുത്ത് അങ്ങോട്ട് ചെന്നോട്. അവന്മാരെ പറഞ്ഞു വിടാൻ ഒരു വഴിയുണ്ട്. നമ്മുടെ നാട്ടിൽ കിണർ കുഴിക്കാൻ ഒരു കോലിന് 250 രൂപ മറ്റാണ്. നീ ലോകത്തെങ്ങും ഇല്ലാത്ത എടുത്താ പൊങ്ങാത്ത ഒരു റേറ്റ് പറ. അവന്മാരെ അപ്പ തന്നെ സ്ഥലം വിട്ടോളൂ. അത് ശരിയാ, അത് ആലോചിക്കാവുന്ന കാര്യമാണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഒഴിയാൻ പറഞ്ഞ റേറ്റ് അല്ലേ? നമ്മൾ എന്തിനാണ് കുറയ്ക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ പിടിച്ചോ. അപ്പൊ പൊക്കോളും. പൊയ്ക്കോളും. ഞാൻ എന്റെ കൂട്ടുകാരെ കേട്ടൊന്ന് ആലോചിക്കായിരുന്നു. പിന്നെ നിങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു സൽക്കർമ്മ നിലയില് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ബാബാ ഒരു സൽക്കർമ്മ നിലയില് എനിക്ക് ഈ പണി ഏറ്റാ കൊള്ളാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ. ഇരിക്കും ഉള്ള സ്ഥലം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ചാല്, ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഈ സംഗീതവും നാടകവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട. ഭാഗ്യത്തിന് ഇക്കൊല്ലം റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ ഒരു 14 ബുക്കിംഗ് കിട്ടി. 14 നാടകത്തിന്റെ അഡ്വാൻസും വാങ്ങി. എല്ലാം കൂടി നല്ലൊരു തുകയുണ്ട്. ഏകദേശം ഒരു 10-40,000 ഉറപ്പിക്ക. ഈ അഡ്വാൻസ് എല്ലാം തിരിച്ചു കൊടുത്ത് ഇത്രയും നാടൻ കളഞ്ഞിട്ട് വേണം ഞാൻ ഈ പണിയെ കേൾക്കാൻ. കൂടെ സഹകരിച്ചിരുന്നവരെ പട്ടിണിക്ക് എറിഞ്ഞു കൊടുത്തിട്ട് എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റുമോ? അയ്യോ, എന്തു വെച്ചാൽ കിണർ കുടിക്കില്ലെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. അതെന്റെ കുലത്തൊഴിലാണ്, എന്റെ ചോറാണേ. പിന്നെ ഈ നാട്ടു നിരപ്പ് അനുസരിച്ച് ഇപ്പോ കിണർ ഒഴിക്കുന്നതിന് ഒരു കോലിന് ഏകദേശം 250-300 രൂപ ഉണ്ടെന്നൊക്കെ കേൾക്കണത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് ഈ നഷ്ടം നികത്താൻ വേണ്ടിട്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് നിങ്ങളോട് ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് ഒരു കോലിന് 2500 രൂപ വെച്ച് എനിക്ക് തന്നെ സഹായിക്കാമെങ്കിൽ നമുക്ക് നിങ്ങളുടെ ഉറപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ചോണ്ട് പിരിയാം. എന്താ വേണ്ടെന്ന് വെച്ച് നിങ്ങളോട് തീരുമാനിക്കാം. ഒരു കോലിന് 2500 രൂപ വെച്ചുള്ള കരാറ് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. ഇതാ 10,001 രൂപ അഡ്വാൻസ്. പിന്നെ കിണറിന്റെ പണി ഈ വരുന്ന പൗർണമിക്ക് തന്നെ തുടങ്ങണം. ഈ തിങ്കളാഴ്ച പൗർണമി. വേണ്ട സന്നാഹങ്ങളുമായിട്ട് കില്ലാടി ഞായറാഴ്ച രാവിലെ തന്നെ എത്തണം. എല്ലാം ഒരുക്കി ഞങ്ങൾ സ്വപ്നഭൂമിക്കാർ കാത്തിരിക്കും. ഒരു കോല് കിണർ കുത്തുന്നതിന് ലോകത്തെങ്ങും ഇല്ലാത്ത 2500 രൂപ റേറ്റ് പറഞ്ഞൊഴിയാൻ നോക്കിയതാ. പക്ഷെ അവരത് ഉറപ്പിച്ചു. എനിക്ക് അഡ്വാൻസ് തന്നു 10,000 രൂപ. എന്നിട്ട് അവര് പോയോ? അത് തിരിച്ചു കൊടുക്ക. തിരിച്ചു കൊടുക്ക. എന്തിന്? പിന്നല്ലാതെ ഇവന് കിണർ കുത്തറിയാമോ? അവിടെ പോയിട്ട് എന്തോ നീനാ? ഏടോ കടല് കുത്തുന്ന കാര്യമില്ലല്ലോ, ചെറിയൊരു കിണർ കുത്തുന്ന കാര്യമില്ലേ? അതിന് ആകാശം നമ്മൾ അഡ്വാൻസ് അവിടെ തിരിച്ചു കൊടുക്കാം. വേണ്ടാത്ത വയ്യാവേലി ചെന്നൊന്നും ചാടരുത്. ഇത് അവനെ കൊണ്ട് തിരിച്ചു കൊടുപ്പിക്കേ. അരി വാങ്ങാൻ കാശില്ലാതെ വിഷമിച്ചിരിക്കണ അമ്മയും കണ്ടിട്ടാ രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇത് ഞാൻ മടക്കി കൊടുക്കില്ല. അങ്ങനെ പിടിക്കേണ്ട അടുത്ത് പിടി. ഈ മുറുക്കാൻ പിടി. ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ. അമ്മേ, ദേ കണ്ടില്ലേ, കുലത്തൊഴിലിന്റെ ഒരു വിളി വന്നു. ഞാനും കുത്താൻ പോകാ ഒരു കിണറ്. എവിടാടാ? അതൊക്കെ അങ്ങ് ദൂരെയാ. ഇത് എളുപ്പം വാങ്ങിച്ചിട്ട് അമ്മ എന്നെ അനുഗ്രഹിച്ചേ. ഇത് വാങ്ങുന്നേരം അച്ഛനെ ധ്യാനിച്ചോ നീ? ധ്യാനിച്ചു. അമ്മ എന്ന് വാങ്ങിച്ചേ. പിതൃക്കൾ തന്നതാ മക്കളെ ഇത്. നീ ആദ്യമായിട്ട് കുലത്തൊഴിൽ ഏൽക്കുന്നത് അവര് കണ്ടോണ്ട് നിക്കുക. ഇന്ന് തന്നെ നിലവറയുന്ന അലവാങ്കം പാതാള കൈയും കൊല്ലന്റെ കൈ കൊടുത്ത് ഒന്ന് രാഗിച്ചു വെക്കണം. വേദപുസ്തകം പൂജാ സാധനങ്ങളും ഒക്കെ അമ്മയുടെ കൈകൊണ്ട് തന്നെ തന്ന് അമ്മ തന്നെ എല്ലാം പഠിപ്പിച്ചു തരണം. ആയിക്കോട്ടെ. എപ്പോഴാ പുറപ്പെടുക? മറ്റന്നാള്. വാസുട്ടാ, 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 ലാടന്മാരെ നാട്ടിൽ ചെന്ന് കിണർ കുത്തി കൊടുക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേമൻ അവരുടെ കയ്യിൽ കാശ് വല്ലതും വാങ്ങിച്ചു അഡ്വാൻസ് ആയിട്ട്? വാങ്ങിച്ചു. വാസുട്ട അവര് സ്വപ്നഭൂമിക്കാരാ. സ്വപ്നഭൂമിയിൽ ആരും അങ്ങനെ പോകാറില്ല. അങ്ങനെ ഒരു നാടാത്. അവരിവിടെ വന്നതിൽ എന്തോ ചതിയുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വലിയ തുകയ്ക്ക് ആരെങ്കിലും സമ്മതിക്കോ? കടുവാകാലിലെ പ്രേമം പിടിച്ചിരിക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. പിന്തിരിപ്പിക്കാനോ? കാശ് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് ചെന്നില്ലേ അവര് കൂട്ടത്തോടെ മലയിറങ്ങി വരും. പിന്നെ കാഴ്ത്തുകൊണ്ടായിരിക്കും പോകുന്നത്. പ്രേമൻ ഇനി പോകാതിരിക്കാൻ പറ്റത്തില്ല. പോയാലും കുഴപ്പം, പോയില്ലേലും കുഴപ്പം. ഞാൻ അപ്പോഴേ വാസുണ്ണനോട് പറഞ്ഞത് ആ പൈസ തിരിച്ചു കൊടുപ്പിക്കാൻ. ആ പൈസയും കൊണ്ട് അവന്റെ അമ്മ ഇപ്പൊ ഓടി കിടന്ന് കടമൊക്കെ തീർത്ത് കാണും. ഇനിയിപ്പൊ എന്തോന്ന് ചെയ്യും വാസുണ്ണ? നീ വിഷമിക്കാതെടാ. പ്രേമന്റെ കൂട്ടത്തില് നമ്മളും അങ്ങോട്ട് പോവും. കിണറും കുത്തണ്ട, പൈസയും വേണ്ട, നിങ്ങൾ എങ്ങനെങ്കിലും ഒന്ന് ഇവിടുന്ന് പോയി കിട്ടിയാൽ മതി എന്ന് അവരെ കൊണ്ട് പറയിക്കുന്ന ഒരു നാടകം കളിച്ച പോലെ അത് ഞാൻ ഏറ്റടാ. ആരെയും വിമർശിക്കാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കണ്ട. കോലിന് 2500 രൂപ എന്ന് പറയുന്ന ഒരു അന്യായ കൂലി തന്നെ. വേദപുരം കില്ലാടി എങ്ങനെയെങ്കിലും കിണർ കുത്താൻ കൊണ്ടുവരണമെന്ന് ഞാൻ നാട്ടുകൂട്ടം എന്നോട് പറഞ്ഞിട്ടുള്ളൂ. അത് എന്ന് സമ്മതിപ്പിച്ച് കരാറാക്കി കിട്ടുമുണ്ട്. നാട്ടുനടപ്പനുസരിച്ചുള്ള കൂലിക്ക് പുറമെ ദക്ഷിണയായിട്ട് എത്ര രൂപ വേണമെങ്കിലും കൊടുത്തു. ഇവിടെ ആർക്കും ഒരു വിരോധവും ഇല്ല. പക്ഷെ സ്വപ്നഭൂമിക്കാരെ വെറും മരപ്പാവകളാക്കുന്ന ഈ കൂലി വേണ്ടായിരുന്നെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കുടിവെള്ള പ്രശ്നം എങ്ങനെയെങ്കിലും എത്രയും വേഗം പരിഹരിക്കുക എന്ന് നാട്ടുകൂട്ടം കൂടി തീരുമാനിച്ചതാണ്. അതിന് കൂലിയുടെ കാര്യം പറഞ്ഞ് ഇനി ആശയക്കുഴപ്പം ഉണ്ടാക്കേണ്ട കാര്യമില്ല. കുടിവെള്ളം കിട്ടിയേ തീരൂ. അത് ജീവന്റെ പ്രശ്നമാണ്.
അതിനുവേണ്ടി എന്തൊക്കെ ത്യജിക്കണോ അതൊക്കെ അങ്ങോട്ട് ത്യജിക്കുക, അത്രേ ഉള്ളൂ. ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്തു വന്നതിന് ഭുവനപ്പനെയും കൂട്ടരെയും നമ്മൾ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. ധിക്കാരം പറയുന്നു എന്ന് തോന്നരുത്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ധൈര്യം കിട്ടിയിട്ടില്ല. കരാറാക്കിയപ്പോ തന്നെ തർക്കങ്ങളും തുടങ്ങിയില്ലേ? അച്ഛന്റെ മരണം ഉൾപ്പെടെ പഴയ ഭവിഷ്യത്തുകളെല്ലാം 8ാം വയസ്സിൽ കണ്ടു നിന്നവനാ ഞാൻ. മല്ലിയണ്ണൻ ഭയപ്പെടും. എന്നിട്ട് ചതുർദശി നാളിൽ വരാൻ പോകുന്ന സുന്ദര കില്ലാടിയെ നമുക്ക് ആഘോഷപൂർവ്വം സ്വീകരിച്ച് ആ വരവ് ഒരു മഹോത്സവമാക്കി മാറ്റാം. എന്ത് ഡാ? രക്ഷിക്കണേ, ഉപേക്ഷിക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടിയിട്ട് വന്നിട്ട് ഡായ. എടാ പോടാന്ന് വിളിച്ചാൽ ശരിയാവില്ല. നമ്മളൊന്നും ശരിയാവില്ല, ഒട്ടും ശരിയാവില്ല. ഞങ്ങളുടെ മണ്ണി വന്ന് ആഭാസം കെട്ടിയാലുണ്ടല്ലോ, കയ്യും കാലും മാത്രമല്ല ചിലപ്പോ കഴുത്ത് മട്ടി കളയും. പറഞ്ഞേക്കാം, ഇവിടെ ചില രീതികളും ആചാരങ്ങളൊക്കെ ഉണ്ട്. അതിനെ അവഹേളിക്കാൻ വന്ന സൈക്കിൾ ഞങ്ങള് വിളിച്ചു വരുത്തിട്ട് അപമാനിക്കുക. നിങ്ങൾക്കൊക്കെ രീതികളുണ്ടെങ്കിൽ ഞങ്ങൾക്കുണ്ട് രീതികൾ, ആചാരങ്ങളൊക്കെ. അതിനൊന്നും തൊട്ട് കളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വെള്ളം വേണമെങ്കിലേ കുറച്ചൊക്കെ ആചാരം കളഞ്ഞു വിളിക്കണം. ഞാനൊന്നും നോക്കില്ല. എനിക്കിപ്പോ തുള്ളിച്ചാടണമെന്ന് തോന്നിയാ ഞാനിങ്ങനെ തുള്ളിച്ചാടും. ഒന്ന് കൂവണം തോന്നിയാ കൂവും. അല്ലേ വേണ്ട, ഇനിയും നിങ്ങൾക്ക് എന്നെ പിടിക്കുന്നില്ലേ പറഞ്ഞേക്ക്. ഞാനിപ്പോ പോയേക്കാം. നമുക്ക് സ്നേഹത്തിൽ തന്നെ പിരിയാം. എന്താ പിരിയാനോ? വിടരോമനെ മതി. എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്യാം. ഞങ്ങളെ അവമാനിക്കുകയോ അവഹേളിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം. ഞങ്ങൾക്ക് വഴക്കില്ല. കില്ലാടി കുടുംബക്കാരുടെ രീതിയും ആചാരങ്ങളും ഒന്നും കളയണ്ട. കൂടണമെങ്കിൽ കൂവാം, തുള്ളണമെങ്കിൽ തുള്ളാം. അതല്ല തിരിച്ചു പോകണമെങ്കിൽ അതുമാവാം. പക്ഷേ കിണർ കുഴിച്ചിട്ട് മാത്രം. മനഃപൂർവ്വം കോപ്രായങ്ങൾ കാണിച്ചാല് തന്ന കാശ് തിരിച്ചു വാങ്ങിച്ച് പറഞ്ഞയക്കുന്നു വ്യാമോഹിക്കണ്ട. അപ്പൻ ശ്രീകണ്ഠൻ കില്ലാടിയുടെയും അപ്പൂപ്പൻ ബൊമ്മിച്ചാമി കില്ലാടിയുടെയും ആത്മാക്കൾ കിടന്ന് പിടയ്ക്കും. ചോദിച്ച പണം കയ്യിൽ വന്ന് വീണത് ആ പൂർവികരുടെ പ്രീതി കൊണ്ടാണെന്ന് കരുതിയാൽ മതി. എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടത് മുഴുവൻ സത്യമാണ്. കുഴിക്കാനിറങ്ങുന്ന മേസ്ത്രിയെ മണ്ണിനടിയിൽ കാത്തിരിക്കുന്നത് മരണം മാത്രമാണ്. ഓരോ കോല് കുഴിക്കുമ്പോഴും മരണത്തിന്റെ മെതിയടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് കേൾക്കാം. പക്ഷേ ഈ മണ്ണും ഈ ഭൂമിയും കില്ലാടി കുടുംബത്തിൽപ്പെട്ട ആരെയും ചതിക്കില്ലെന്ന് വിശ്വാസമുള്ളത് കൊണ്ടും പ്രശ്നത്തിൽ അത് തെളിഞ്ഞതുകൊണ്ടുമാണ് വിളിപ്പിച്ചത്. അധ്വാനിക്കാൻ നീയും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുമുണ്ട്. നാളെയാണ് പൗർണമി. പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ് സ്ഥാനം നിശ്ചയിച്ച് സ്ഥലപൂജ കഴിച്ച് നാളെ തന്നെ കിണർ കുഴിക്കാൻ തുടങ്ങണം. അത് നിർബന്ധമാണ്. ഇഷ്ടമായാലും ഇല്ലെങ്കിലും ആചാരങ്ങൾ ഞങ്ങൾ മുടക്കുന്നില്ല. കുറച്ചു മാറി ഒരു പഴയ കെട്ടിടമുണ്ട്. അവിടെയാണ് താമസം ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾ പോകോളൂ. വരും, നടന്നോളൂ, നടന്നോളൂ. എന്താണ് എങ്ങോട്ടാണ്? വേണോ? ഇവരെ കൊണ്ട് തന്നെ ഈ മണ്ണിനെ നോവിപ്പിക്കണോ? എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമല്ലേ അണ്ണ. വാസുവണ്ണൻ ഇപ്പൊ സമാധാനമായല്ലോ. വലിയ നാടക ഐഡിയ ഒക്കെ ഇട്ട് വിളിച്ചോണ്ട് വന്നല്ലേ, എന്നിട്ട് ഇപ്പൊ എന്തായി? ഇത് ഇത്രയും ഏടാകുളം പിടിച്ച സ്ഥലമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? 3 ഭാഗത്തും കൊടുങ്കാടാ. അവിടെ നരഭോജികളായ കാട്ടുജാതിക്കാരും കാട്ടുമൃഗങ്ങളും ഒറ്റയാലും വെക്കുക. നേരെയുള്ള വഴിക്ക് പോകാന്ന് വിചാരിച്ച സ്വപ്നഭൂമിക്കാർ പിടികൂടും. സ്വപ്നഭൂമിക്കാരി എന്ന് വേണമെങ്കിൽ നമുക്ക് ഒളിച്ചോടാം. പക്ഷേ വേദപുരം കില്ലാടിമാരുടെ പരദേവതയുടെ കണ്ണിൽ നിന്ന് ഒളിച്ചോടാൻ എനിക്കൊരിക്കലും പറ്റില്ല. കാർന്നോന്മാരുടെ ആത്മാക്കൾ എന്നോട് പൊറുക്കില്ല. ഞാൻ ഈ കിണർ കുഴിക്കാൻ പോവാ. എന്റെ ഉള്ളിലിരുന്ന് ആരോ എന്നോട് പറയുന്ന പോലെ മുമ്പോട്ട് മുമ്പോട്ടെന്ന്. അച്ഛനെ വണങ്ങി അച്ഛന്റെ പണി ആയുധങ്ങളും അമ്മ തന്ന പൂജാ സാമഗ്രികളൊക്കെ എടുത്ത് വേദപുസ്തകം നോക്കി കിണർ പണിയുടെ ശാസ്ത്രം പഠിക്കാൻ പോവുക ഞാൻ ഈ രാത്രിയില്. രാവിലെ സ്വപ്നഭൂമിയിലെ കിണറിന്റെ പണി തുടങ്ങാൻ.
വാസുണ്ണ ഓ ഇതെടുത്ത് താഴത്തേക്ക്. ഓ പണിയായുധങ്ങളൊക്കെ എടുത്തോണ്ട് വാ. ആ ഇതാണ് കിണറിന്റെ സ്ഥാനം. സ്ഥാനം ഉറച്ചപ്പോ വെലുവാപക്ഷി ചിലച്ച് സ്ഥാനം ശരി തന്നെയെന്ന് അറിയിച്ചു. പരദേവതയോടും കുലദൈവങ്ങളോടും പാതാള ദേവതകളോടും അനുമതി വാങ്ങി സ്വപ്നഭൂമിയിലെ കിണറ് ഞാനിവിടെ കുഴിക്കുക. വേണ്ട, ഈ സ്ഥാനത്ത് കിണർ കുഴിക്കണ്ട. വേറൊരിടം കണ്ടുപിടിക്കണം. എന്തേ? കാര്യമുണ്ട്, അത് തന്നെ. പൗർണമി കഴിയും മുമ്പേ ഇനി ഒരു സ്ഥാനം നിർണയിക്കണം. എനിക്ക് പറ്റില്ല. ഈ വേദപുസ്തകത്തെയും അച്ഛന്റെ പണിയായുധങ്ങളെയും അമ്മ തന്ന പൂജാവസ്തുക്കളെയും ധിക്കരിക്കാൻ എനിക്ക് പറ്റില്ല. വെലുവാപക്ഷിയുടെ രൂപത്തിൽ നല്ല വൃത്താന്തം അറിയിച്ച പ്രകൃതേശ്വരുടെ ആശീർവാദം അവഗണിക്കാനും എനിക്ക് പറ്റില്ല. ഈ സുന്ദര കില്ലാടി ഈ സ്വപ്നഭൂമിയിൽ ഒരു കിണർ കുഴിച്ചാൽ അത് അവിടെയായിരിക്കും, അവിടെ മാത്രം. ആരെന്തൊക്കെ പറഞ്ഞാലും അതിലൊരു മാറ്റമില്ല. കൃത്യം അതേ സ്ഥാനത്ത് തന്നെ മുമ്പൊരു കിണർ കുഴിച്ചതാ. 60 വർഷങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ആജ്ഞയും കോടതിയുടെ ഉത്തരവുമായി വന്ന ഒരു തഹസീൽദാര് കുഴിക്കല്ലേ കുഴിക്കല്ലേ എന്ന് അന്നിവിടെ ഉള്ളവർ കരഞ്ഞു പറഞ്ഞതാ, കേട്ടില്ല. അന്ന് ഇതുപോലെ സ്ഥാനം നിശ്ചയിച്ചത് കല്ലുശ്ശേരിക്കാരൊരു മേസ്ത്രിയായിരുന്നു. തുടക്കം മുതലേ ദുശകുനങ്ങൾ. 45 കോൽ കുഴിച്ചു ചെന്നപ്പോ മണ്ണിടിഞ്ഞു, ഭൂമി ഇളകി, പിന്നെ അതൊരു ഭൂമികുലുക്കമായി മാറി. കിണർ കുഴിക്കാൻ സഹായിച്ച സ്വപ്നഭൂമിയിലെ 17 ചെറുപ്പക്കാരും മണ്ണിടിഞ്ഞു വീണു മരിച്ചു. ഇടിഞ്ഞു വീണ മണ്ണിനടിയില് ആ സ്ഥാനത്ത് ഇപ്പോഴും കിടപ്പുണ്ട് കല്ലൂശ്ശേരിക്കാരൻ മേസ്ത്രി. ആ കിണറ് മണ്ണിട്ട് മൂടിയതിനു ശേഷമാണ് ഭൂകമ്പം നിന്നത്, രോഗം ശമിച്ചത്, എല്ലാം ശാന്തമായത്. അന്ന് മരിച്ചവരെ അവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അവരുടെ നെഞ്ചത്തു കൂടി തന്നെ ഇനിയൊരു കിണർ കുഴിക്കണോ? ഈ നാശം പിടിച്ച സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരൊറ്റ മാർഗമുള്ളൂ. ഇവിടെ തന്നെ കുഴിക്കുന്ന കടുംപിടുത്തം പിടിച്ചോ, എന്നാ നമുക്ക് രക്ഷപ്പെടാം. വാസന വേറെ പണി നോക്കണം. 17 അല്ല 17,000 പേരോടെ ചത്ത് കിടപ്പുണ്ടെങ്കിലും ഞാൻ അവിടെ കുഴിക്കൂ. അത് ഉറപ്പാ. മറ്റെവിടെയെങ്കിലും കിണറിന് സ്ഥാനം നോക്കണമെങ്കിലേ മറ്റേതെങ്കിലും മേസ്ത്രിയെ കൊണ്ടുവന്നോ, ഞാനില്ല. പിള്ളേര് കളിയാണെന്ന് വിചാരിച്ചേ രാത്രി മുഴുവൻ ഉറക്കം ഉളച്ചിരുന്ന് ശാസ്ത്രം അത്ര മനപ്പാടമാക്കി ഏകാഗ്രതയോടെ സ്ഥാനം കുറിച്ച് ചിലരുടെ കാര്യ ഈ സ്ഥാനം മാറ്റി ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയ ഞാൻ വേറെ സ്ഥലത്ത് മണ്ണ് മാന്തിയാലേ പൂർവികളുടെ ആത്മാക്കൾ പോലും എന്നോട് പൊറുക്കില്ല. വലിച്ച വേഗം വലിച്ചേ.
വേഗം പറയണം. ഈ സ്ഥാനത്ത് കുഴിക്കാനാണെങ്കിൽ മരണത്തെ പോലും ഭയപ്പെടാതെ ഞാൻ റെഡി. അല്ലെങ്കിൽ വേറെ ആളെ നോക്കിക്കോട്ടാ. ഒരു കാരണവശാൽ യുവമാരെ ഇവിടുന്ന് വിടരുത്. സ്ട്രോങ് ആയിട്ട് നിന്നോ. ഈ കാര്യം പറഞ്ഞിട്ട് അഡ്വാൻസ് തിരിച്ചു കൊടുക്കാതിരിക്കുക. വേഗം തീരുമാനം പറ. ഞാനിവിടെ കുഴിക്കണോ അതോ ഇവിടുന്ന് പോണോന്ന്? സുന്ദരകില്ലാടി ഇവിടുന്ന് തിരികെ പോയാൽ പിന്നെ ഒരിക്കലും നമുക്കിവിടെ ഒരു കിണറുണ്ടാവില്ല. അതുകൊണ്ട് ശകുനം നോക്കി അതനുസരിച്ചുള്ള തീരുമാനമെടുക്കാം. വെള്ളച്ചാമി, ശകുനം എന്താണെന്ന് നോക്ക്. കുടുങ്ങിയോ? എവിടെ കുടുങ്ങാൻ? യുവമാരൊക്കെ പേടിച്ചു തൂറുകളല്ലേ. നമ്മൾ രക്ഷപ്പെട്ടെന്നേ. നാദവഴിയേ ചൊല്ല്. എന്തുവാ വാസുണ്ണ ഇതൊക്കെ? ഭ്രാന്ത് പിന്നെന്ത്? ആണസുരം, പെണ്ണ് ദേവം. നാദവഴിയാണ് ചൊല്ല്. ആദ്യം കേൾക്കുന്ന ശബ്ദം നാദം ഏത് വഴിക്കാണെന്ന് നോക്കുക. ആ ദിക്കിൽ നിന്ന് വരുന്നതാണ് ശകുനം. ആൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ അസുരം. കിണറവിടെ കുഴിക്കേണ്ട, സുന്ദരകില്ലാടിക്ക് പോകാം. ഇനി പെൺവർഗത്തിൽപ്പെട്ടതാണ് വരുന്നതെങ്കിൽ പെണ്ണ് ദേവം. സുന്ദരകില്ലാടിയുടെ വാദമാണ് ശരി. കിണർ അവിടെ തന്നെ കുഴിക്കാം, തടസ്സമില്ല. മൗനം, മൗനമായി നിൽക്കുക. ഇനി വരുന്ന ശബ്ദം ഏത് വഴിക്കാണെന്ന് ശ്രദ്ധിക്കണം. ഇത് എവിടെ ഇറക്കണ്ടേ? എന്റെ നെഞ്ചത്തോട്ട്. അത് ശരി, അത്രയ്ക്ക് സങ്കടായല്ലേ? അപ്പൊ ആരും വരില്ലെന്നായിരുന്നു ആശ. പറ, എവിടെ ഇറക്കണ്ടേ? വാസോണ്ണ പിടിച്ച് താഴ്ത്തിറക്ക്. നിക്ക് നിക്ക് നിക്കേ, കൂലി പറഞ്ഞിട്ട് ഇറക്കാം. കൂലിയോ? ആ, ഒരു ചുമട് ഇഷ്ടിക ഇറക്കാൻ 500 രൂപ, ഒരു കോല് മണ്ണ് മാറ്റാൻ 500 രൂപ. അയ്യാ, ഒരു കോപ്രായം വേണ്ട, കോപ്രായം വേണ്ട. പുതിയ പ്രശ്നമാക്കാനും നോക്കണ്ട. കൂലി വാങ്ങാൻ പഠിച്ചാ പോരാ, കൊടുക്കാനും പഠിക്കണം. നിങ്ങൾ ചോദിച്ച കൂലി ന്യായാണെങ്കിൽ ഞാൻ ചോദിച്ച കൂലി ന്യായം തന്നെയാ. ഇറക്കിക്കോട്ടെ. വാസോണ്ണ എവിടെയെങ്കിലും ഇറക്കി വെക്കി. മോളി തിരി. മെല്ലെ മെല്ലെ. ഇതൊരു ദുസൂചനയാ, ശക്തമായ ദുസൂചന. അല്ലെന്നുണ്ടെ ഒരു കുഴപ്പമില്ലാതെ നിന്നിരുന്ന ആ മരം ഇപ്പൊ കാറ്റ് പോലും അടിക്കാൻ ഒടിഞ്ഞു വീഴുവോ? അയ്യാ, നിമിത്തങ്ങൾ നോക്കുമ്പോൾ നമ്മൾ ഇത് നോക്കണ്ടേ? മരണം അതിന്റെ കോട്ടവാതിൽ തുറന്നിരിക്കുക. പിന്നെ കേട്ടോ, ഒന്നും ചില്ലറ കാര്യമല്ല പ്രേമ. സൂക്ഷിക്കണം. നമുക്കിറങ്ങാം. നമുക്കിപ്പോ തന്നെ പോവാം. മതി. എന്താ അയ്യാ ഒന്നും പറയാത്തേ? പറയാനുള്ളത് ആലോചിച്ച് പിന്നീട് പറയും. തൽക്കാലം ഇന്നത്തെ കിണറുപണി ഇവിടെ നിർത്താം. നാളെ കാലത്ത് വീണ്ടും ആരംഭിക്കും. അത്ര തന്നെ. വല്ലാതൊരു കഷ്ടപ്പാടില്ല കുടുങ്ങിയത്. ഓ, ചുമടിറക്കിയ കൂലി ആകെ ആദ്യം പിടിച്ചേക്കുമ്പോ ഒരു കൂലി ഞാൻ വാങ്ങിച്ചോളാം. പിന്നെ നാളെ എപ്പോഴാ വരണ്ടേ? അതേ, നാളെ പറയാം. അവിടെ പോവാം. പോവന്നെ. മരം വീണത് മണ്ണിനടിയിൽ വെള്ളം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാ. അത് ശുഭലക്ഷണമാണെന്ന് വേദപുസ്തകത്തിലുണ്ട്. വൃക്ഷങ്ങളുടെ വെള്ളമല്ലേ മനുഷ്യനെടുക്കാൻ പോകുന്നത്, അതിന്റെ പ്രതിഷേധമാ. ഒന്നും പറയണ്ട. സാക്ഷാത് ദൈവം തമ്പുരാൻ വന്ന് പറഞ്ഞാൽ പോലും ഇനി ഈ നാട്ടിൽ ഞാൻ നിൽക്കത്തില്ല. അവള് ആ ദേവു, അവൾ ഒരുത്തിയില്ലായിരുന്നു അപ്പൊ തന്നെ രക്ഷപ്പെടാമായിരുന്നു. എവിടെ രക്ഷപ്പെടാൻ? എങ്ങോട്ട് രക്ഷപ്പെടാൻ? ആരോ എന്നെ പിടിച്ചു നിർത്തേ മണ്ണില്. ആര്? എന്താപ്പാ? ഒന്നുമില്ല. ഞാനാ കിണറ് പണിക്ക് പോയത് അപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതന്നെയാ കാര്യം. നിന്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇവിടെ ആ കിണർ കുത്താൻ രാജമാണിക്യത്തിന്റെ കൂടെ ഞാൻ നിന്നു കൊടുത്തത്.
സ്വപ്നഭൂമിയിലെ മണ്ണ് വെറും ചതൽപ്പുറ്റ് പോലാ മോളെ. അതുകൊണ്ടാ വില തീരാത്ത മരുന്നേടുകളൊക്കെ ഇവിടെ ഉണ്ടാവുന്നത്. അവിടെ കുത്തിയിളക്കിയ ഇന്നല്ലെങ്കിൽ നാളെ ആ മണ്ണിടിയും. മടിയോടെയാണ് ഞാൻ സമ്മതിച്ചതെങ്കിലും ആ അപകടത്തിലേക്ക് നീ സ്വയം നടന്നു കയറിയപ്പോ നീ അല്ലാതെ അപ്പാക്കാരാ മോളെ. അപ്പ വിചാരിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. ഈ സ്വപ്നഭൂമി നമുക്ക് കൈവിട്ട് പോരുതെന്ന് അപ്പായ്ക്കും ആഗ്രഹമല്ലേ? പിറന്നു വീണ ഇടമല്ലെങ്കിലും ഈ മണ്ണിന്റെ ജീവനാ. എന്തൊക്കെ വന്നാലും ഞാൻ ഇവിടം വിടില്ല. അപ്പ നോക്കിയോ, ആ കിണറ് കുത്തി കഴിയുമ്പോ സൈരന്ദ്രി നദി ഇങ്ങോട്ട് ഒഴുകും. നമുക്ക് വെള്ളം കിട്ടും അപ്പ, നമുക്ക് വെള്ളം കിട്ടും. ആലോചിച്ചതൊക്കെ മതി എന്ന് പറ വാസോണ. എനിക്കിപ്പോ എന്റെ വീട്ടിൽ പോണം. വാസോണല്ലേ കൃഷ്ണവാ കൃഷ്ണവാ എന്ന് പറഞ്ഞ് എന്നെ ഇവിടെ എത്തിച്ചത്. എനിക്ക് എന്റെ അമ്മയെ കാണണം. വാടാ, സമയം കളയാൻ നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തിയാടാം. ഒരു കാര്യം ചെയ്യേ, നിങ്ങളെല്ലാവരും കൂടി രക്ഷപ്പെട്ടോ. ഞാൻ വരുന്നില്ല. എന്റെ കാര്യത്തെക്കുറിച്ച് അതും ഇതൊന്നും ചിന്തിക്കണ്ട. അമ്മയുടെ അടുത്ത് എന്ന ആവശ്യമില്ലാത്തൊന്നും പറയും വേണ്ട. നിങ്ങൾ പൊക്കോ. അങ്ങനെ പറഞ്ഞ പറ്റത്തില്ല. നീ കൂടെ വരണം. നീ ഇല്ല ഞങ്ങൾ എങ്ങനെ പോവാ? ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞില്ലേ? ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അച്ഛനെ. എനിക്ക് ഓർമ്മ വയ്ക്കുന്നതിന് മുമ്പ് മരിച്ചതാ അച്ഛൻ. പക്ഷേ ഇവിടെ ഈ സ്വപ്നഭൂമിയില് ഞാൻ എൻ്റെ അച്ഛൻ്റെ മണം അറിയുന്നു, സ്വരം കേൾക്കുന്നു. അച്ഛൻ എന്നോടൊപ്പം ഇവിടെ ഉണ്ട്, എന്നെ കാക്കാൻ. നിങ്ങൾ പൊക്കോ. ഈ മണ്ണ് വിട്ട് ഞാൻ വരില്ല. നീയൊക്കെ ഇവരെ ദേഹത്തോടാൻ? നീയൊന്നും പറഞ്ഞുറപ്പിച്ചിട്ട് കൊണ്ടുവന്നല്ലോ ഇവരെ, ആണോ? അവരവരുടെ ഇഷ്ടത്തിന് വന്നു, ഇഷ്ടത്തിന് പോവും. തല്ലിച്ചടയ്ക്കാനും തടഞ്ഞു വെക്കാനും നിങ്ങൾക്ക് എന്താ അവകാശം? പറഞ്ഞുറപ്പിച്ച് ചാകാൻ കൊണ്ടൊന്നും ഒരുത്ത കിടപ്പുണ്ടായിരുന്നില്ല അവിടെ. കരാർ ഉറപ്പിച്ചത് ഞാനുമായിട്ടല്ലേ, ഇവരുമായിട്ടല്ലോ. കാശിട്ട് തന്നത് ഈ കൈകളിലേക്കല്ലേ, ഈ കൈകളിലേക്ക്. ഈ കൈ കൊണ്ട് ഞാൻ കുഴിക്കും സ്വപ്നഭൂമിയിൽ ഒരു കിണറ്. ദൈവത്തെക്കാളും ഞാൻ സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് സത്യം. നിങ്ങൾ ഇനി കുഴിക്കേണ്ടെന്ന് പറഞ്ഞാലും ഞാനത് കുഴിച്ചിരിക്കും. ഇനിയിപ്പോ ലോകത്തിലത്തെ കൂലി ചോദിച്ചു എന്നുള്ള വിഷമം വേണ്ട. ഒരു കോല് ഒഴിക്കാൻ 25 രൂപ മതി ഈ കില്ലാടിക്ക്. വെറും 25 രൂപ പോരെ? കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം. പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമെടുക്കും തിണ്ണമെടുക്കും കാട്ടണ്ട. പ്രദീപേ, വാസുണ്ണ, നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. നിങ്ങളെ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മാറ്, വഴി മാറി കൊടുക്കാൻ. പൊക്കോ പൊക്കോ പൊക്കോ. ക്ഷമിക്കു പോലെ, ഇപ്പോഴാണ് നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. നിന്നെ മാത്രം ചാകാൻ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോകൂല. ഞങ്ങളുണ്ടോ കൂടെ? വാ, നടക്ക് നടക്ക്. എല്ലാവരും പിരിഞ്ഞു പോണം. നമുക്ക് പോവാം. നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര്. സാക്ഷാൽ അശ്വനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്നുവർഗ്ഗങ്ങളും ചികിത്സാ രീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേ ഉള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവർ സഹായിക്കാറുണ്ട്. സൈരന്ദ്രിയിൽ അണ കെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു.
അതുകൊണ്ടാ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദേ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴുക്കോലിറക്കണം. ആ പിടിച്ചു പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാട്ടെ. പ്രദീപേ, എന്താ കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളൂ? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാൽ മതി. ആ ആ ആ പിടിക്ക്. ഓ ഓ പതുക്കെ 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 പതുക്കെ. ഏയ്, ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ? ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ? പേടിപ്പിക്കാൻ നടക്കുന്നു. ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ? രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവെമ്പാല, പാമ്പാണ്, ഭുവനപ്പൻ, ജയയാനി. ദേവയാനിക്ക് എന്താ കുഴപ്പം? അല്ല, ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ, അത് സുമംഗലിയക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്. എത്ര നല്ല ആള്. ആ, എന്നിട്ട് സുമംഗലിയക്കനെ കുറിച്ച് പറ. അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ ഇവിടുത്തെ രീതി, വിലക്ക്. ആരും അടുത്ത് പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയാതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട്, ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞ് ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരയ്ക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ചെയ്തുതരാം. ഇപ്പൊ ആവശ്യമില്ല, ആവശ്യമുള്ളവർ ടെലിഗ്രാം ചെയ്യാ, അപ്പൊ വന്നാ മതി. ഇപ്പൊ പോയിക്കാ. അപ്പം വിളിക്കണ വീട്ടിലേക്ക് വേഗം ചെല്ലാൻ. ചെല്ലമ്മാളിന്റെ മകന്റെ ദേഹത്ത് തിളച്ചെന്ന് വീണ് പൊള്ളി. വേഗം വരൂ. തുടങ്ങിയിട്ടുണ്ട്, നല്ല ഭേഷായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനം മാറ്റി കിണർ കുഴിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും കൂടെ അനുഭവിച്ചോ? മറിക്ക് മറിക്ക്. നല്ലേ? നീ എവിടെ പോകുന്നു? നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ഞാൻ പൊയ്ക്കോട്ടെ ഭുവനണ്ണാ. ആ, ശരി ശരി. ആ, പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട്. അതുമായിട്ട് ഞങ്ങൾ വന്നേക്കാം. പറഞ്ഞേരെ. ആ, പറഞ്ഞേക്കാം. എവിടെ? ആര്?
സ്വപ്നഭൂമിയിൽ കിണർ ഒഴിക്കാൻ വന്നവരാ ഞങ്ങള്. തുടക്കത്തിൽ ഒരില അണങ്ങിയ വഴക്കമായിട്ട് വരുമായിരുന്നു സ്വപ്നഭൂമിക്കാര്. ഇപ്പോ 8-10 ദിവസമായിട്ട് യാതൊരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോവാ. ഇനി വെള്ളം കിട്ടണമെങ്കിൽ സ്വപ്നഭൂമിയിൽ ജനിച്ചു വളർന്ന ഓരോരുത്തരുടെയും പ്രാർത്ഥന ഉണ്ടായി തീരൂ. ഞങ്ങൾക്ക് കിട്ടിയ ഭക്ഷണത്തിന്റെ ഒരു പങ്കാ. സുമംഗലേക്കന് ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഒരു മൂലയില് വേണേല് ആരും അറിയാതെ അന്തി ഉറങ്ങാം. അത്താഴം മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ അതും കഴിക്കാം. ദാ വാ. സ്വപ്നഭൂമിയിൽ നിന്ന് പുറത്തുപോയി നാട്ടിലെ കോളേജിൽ 2 വർഷം പഠിച്ച ഒരേ ഒരു പെൺകുട്ടിയാ ഈ സുമംഗലി. ഗ്രാമത്തിന്റെ ഓമനയായിരുന്നു അവൾ. ഗ്രാമത്തിലാകെ അവൾ നിറഞ്ഞു നിന്നു. എല്ലാ വീടും അവളുടെ വീടായിരുന്നു. എല്ലാവരും അവളുടെ പ്രിയപ്പെട്ടവരായിരുന്നു. ആയിടയ്ക്കാണ് പത്രപ്രവർത്തനമൊന്നും പടം പിടുത്തമെന്നൊക്കെ പറഞ്ഞ് സ്വപ്നഭൂമിയെക്കുറിച്ച് ലേഖനം എഴുതാൻ ഒരാളിവിടെ എത്തിയത്. ഒരു അച്യുതൻ കുട്ടി. നാട്ടുകൂട്ടം അയാൾക്ക് എല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തു. അയാൾക്ക് വഴികാട്ടിയായും സഹായിയായും വിട്ടുകൊടുത്തത് പാവം സുമംഗലിയായിരുന്നു. അയാൾക്ക് വേണ്ട വിവരങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് പടങ്ങൾ എടുത്തും എടുപ്പിച്ചും അവർ രണ്ടുപേരും ഈ കണ്ട കാടും മേടും ഒക്കെ കയറിയിറങ്ങി നടന്നു. ഒടുവിൽ പത്രത്തിൽ അടിച്ചു വന്നതത്രയും സ്വപ്നഭൂമിക്കാരുടെ രീതികളെ കളിയാക്കിയും പരിഹസിച്ചും കൊണ്ടുള്ള ലേഖനങ്ങളായിരുന്നു. നാട്ടുകൂട്ടം അയാൾക്ക് വിലക്ക് കൽപ്പിച്ചു. ആരും അയാളെ കണ്ടുപോകരുതെന്ന് ശാസനയും. സത്യത്തിൽ അയാളൊരു കാപട്യക്കാരനായിരുന്നു. അയാൾക്ക് വേണ്ടിയിരുന്നത് സ്വപ്നഭൂമിയിൽ അറുതിയില്ലാത്ത മരുന്നുകളുടെ രഹസ്യ വിവരങ്ങളായിരുന്നു. സുമംഗലിയെ മോഹിപ്പിച്ച് മരുന്നുകളുടെ കലവർ രഹസ്യങ്ങളെല്ലാം കവർന്നെടുക്കാൻ പാതിരാവിന്റെ മറവിൽ അയാൾ ദിവസവും സ്വപ്നഭൂമിയിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. സ്വപ്നഭൂമിയിലെ പെണ്ണ് സ്വപ്നഭൂമിയിലെ ആണിന് മാത്രമുള്ളതാ. മറ്റ് ദേശക്കാരുമായി ഒരു ബന്ധവും പാടില്ല. ഒരിക്കൽ പഞ്ചഭൂത ബലി നടക്കുന്നൊരു വൈശാഖ രാത്രിയിൽ ധ്യാനപുരയുടെ മറവിൽ രഹസ്യമായി സന്ധിച്ച സുമംഗലിയെയും അച്യുതൻകുട്ടിയെയും നാട്ടുകാർ പിടികൂടി. അയാൾ എങ്ങനെയോ രക്ഷപ്പെട്ടു. സുമംഗലിക്ക് ഭ്രഷ്ടുമായി. എന്നുവെച്ചാല് നാട്ടിലെ പണ്ടത്തെ പടിയടച്ച് പിണ്ടം വെക്കുന്നതിന്റെ വേറൊരു പതിപ്പാ. പക്ഷെ ഇവിടതൊരു ഭയങ്കര കർമ്മ. ഭ്രഷ്ട് നടപ്പാക്കുന്നത് ക്ഷണിച്ചു വരുത്തപ്പെട്ട വേദാത്തന്മാരും തെയ്യത്തിയും കൂടിയാണ്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണിനെ നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി പ്രാകൃതമായ വാദ്യഘോഷങ്ങളോടെ അല്പനേരം ഗ്രാമമുറ്റത്ത് നിർത്തും. എന്നിട്ട് അവളെ പഞ്ചഭൂത മണ്ഡപത്തിന് വലം വെപ്പിക്കും. അത് കഴിഞ്ഞ് അവളെ കത്തിജ്വലിക്കുന്ന ഒരു അഗ്നികുണ്ഡത്തിന് മുൻപിൽ കൊണ്ടു നിർത്തും. 18 സുഗന്ധദ്രവ്യങ്ങളും 18 ദുർഗന്ധദ്രവ്യങ്ങളും ആ അഗ്നികുണ്ഡത്തിലേക്ക് എറിയും. അതിൽ നിന്നുയരുന്ന പുക കാറ്റത്തങ്ങ് കരിയാത്ത മലയിലെത്തും. ആ പുക വരുമ്പോൾ കാട്ടാളന്മാർക്കറിയാം ഭ്രഷ്ട് കൊണ്ട പെണ്ണൊരുത്തി വരുന്നുണ്ടെന്ന്. കുന്തങ്ങളുമായി അവർ കരിയാത്ത മരങ്ങൾക്കിടയിൽ കാത്തു നിൽക്കും. കരിയാത്ത മലയ്ക്കരികിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവളെ നിർത്തിയിട്ട് ഗ്രാമത്തിന്റെ ഗണനാഥൻ അവൾ ചെയ്ത കുറ്റം ഉറക്കെ പറഞ്ഞിട്ട് 3 പ്രാവശ്യം ഭ്രഷ്ട് എന്ന് ചൊല്ലും. അതോടെ അവൾ വേദാത്തന്മാരുടേതായി കഴിയും. സ്വപ്നഭൂമിക്കാർ തിരികെ വരുമ്പോൾ വേദാത്തന്മാർ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചെടുത്ത് കുന്തത്തിന് കുത്തിയും കല്ലെറിഞ്ഞും അവളെ കരിയാത്ത മലയിലേക്ക് കയറ്റിവിടും. കഴിഞ്ഞ 40 വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ 3 ഭ്രഷ്ടുകൾ നടന്നിട്ടുണ്ട്. അതിൽ അവസാനത്തതാണ് സുമംഗലിയുടേത്. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട പെണ്ണുങ്ങളിൽ തിരിച്ചു വന്നവൾ ഇവൾ മാത്രമാണ്. പക്ഷെ സമനില തെറ്റിപ്പോയി. ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവളായതുകൊണ്ട് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഒരിക്കൽ ശിക്ഷിച്ചതുകൊണ്ട് ഇനി ശിക്ഷിക്കാനും വയ്യ. അവൾ ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. വേദപുരം കില്ലാടിയെ വിളിച്ചോണ്ട് വന്നത് നന്നായി പോയിന്നിപ്പോ പലർക്കും തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ജ്യോതിഷി പറഞ്ഞത് എത്ര കൃത്യമായിരിക്കുന്നു. 14 ദിവസമായിട്ട് ഒറ്റ ദുശകനങ്ങളും ഉണ്ടായിട്ടില്ല. വെള്ളം കെട്ടിക്കഴിഞ്ഞ ആദ്യത്തെ പൂമാല ഭുവനപ്പന് തന്നെ. പൂമാല ഇടാൻ വരട്ടെ. ഇപ്പൊ 23 കോലയായുള്ളു. 45ാമത്തെ കോല ആകട്ടെ, അപ്പൊ കാണാം. 45ാമത്തെ കോലിലാ ചതിയിരിക്കുന്നേ. എന്റെ ഈശ്വര, എന്താ എന്താ ശബ്ദം കേട്ടെ?
ആ തൊട്ടിയും താഴേക്കിട്ടെ. പിടിക്കണോ? എന്താടാ? എന്ത് പറ്റിയടാ? എന്താ എന്ത് പറ്റിയടാ പ്രേമ? എന്താ എന്താ ഉണ്ടേ? പാറ താഴെ ഞങ്ങോട്ട് മുഴുവൻ പാറയാ. എന്താ എന്ത് പറ്റി? പാറയോ? ഇനി എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഒന്നും. പണ്ടത്തെ ഭൂമിയൊലുക്കത്തില് എങ്ങനെയോ വന്ന് ഉറച്ചുപോയി പാറയത്. ആ പാറയാ അന്നത്തെ മണ്ണിടിച്ചിലിനെ തടഞ്ഞു നിർത്തിയത്, സ്വപ്നഭൂമിയെ രക്ഷിച്ചത്. അതിഞ്ഞ് പൊളിക്കാൻ പറ്റില്ല. പൊളിച്ച ഒരുപക്ഷെ ഇനിയും മണ്ണിടിച്ചിലുണ്ടായേക്കാം. എങ്ങനെ പറ്റി എനിക്ക് തെറ്റ്? പൂജാമന്ത്രങ്ങൾക്ക് തെറ്റി, വേദപുസ്തകത്തിന് തെറ്റി, പണിയായുധങ്ങൾക്കും പെലുവ പക്ഷിക്കും തെറ്റി. ഈ മേസ്ത്രിയുടെ കാലും കൈയും തല്ലി ഓടിച്ച കിണറ്റിനകത്തിട്ട് മൂടുക വേണ്ടത്. എത്ര പ്രാവശ്യം പറഞ്ഞു വേറെ സ്ഥാനം കണ്ടുപിടിക്കാൻ. ഇപ്പോഴെന്തായി? ഇയാളുടെ ശാസ്ത്രവും ആചാരവും ഒക്കെ പഠിച്ചില്ലേ? കില്ലാടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്കും തെറ്റുപറ്റിയില്ലേ? ഉടുക്ക് ശകുനം പറഞ്ഞു, ദൈവ നിമിത്തമായിട്ട് വന്നു, പാരമ്പര്യം അനുസരിച്ചുള്ള സ്ഥാനവും നിശ്ചയിച്ചു. പക്ഷേ മണ്ണിനടിയിൽ ഇങ്ങനെ ചതിയുള്ളത് ആരറിഞ്ഞു? അറിയണല്ലോ. വേറെ ആരറിഞ്ഞില്ലെങ്കിലും കിണറുകുഴിയുടെ സകലമാന ശാസ്ത്രം അറിയാമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവനറിയണമല്ലോ. നിങ്ങൾ എന്ത് വർത്താനാണോ പറയുന്നത്? ഇവനെന്താ ശ്രമിക്കാഞ്ഞിട്ടാ? നിങ്ങൾക്കൊക്കെ വല്ല നഷ്ടം വന്നോ? അധ്വാന നഷ്ടം വന്നോ? കാശി നഷ്ടം വന്നോ? പിന്നെ കുറെ അഭിപ്രായങ്ങൾ. അത്ര വലിയ തള്ളുണ്ടെങ്കിലേ നിങ്ങൾ എല്ലാരും പോയിട്ട് ആ പാറയെ കൊണ്ട് കടിച്ചു മുറിച്ചാളി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കി വെറുതെ സമയം കളയാതെ വേറെ വല്ല മാർഗം ഉണ്ടോ നോക്ക്. രണ്ട് മാർഗങ്ങളെ തോന്നുന്നുള്ളൂ. ഒന്നെങ്കിൽ അയൽ ഗ്രാമങ്ങളിൽ സർക്കാർ നമുക്ക് സൗജന്യമായിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഭൂമിക്ക് വേണ്ടിയുള്ള അപേക്ഷ കൊടുക്കുക. എന്നിട്ട് ഇത്രയും കാലം നമ്മെ പോറ്റി വളർത്തിയ ഈ മണ്ണിനോടും മരങ്ങളോടും പക്ഷിമൃഗാദികളോടും എന്നേക്കുമായി യാത്ര പറയുക. അല്ലെങ്കിൽ പുതിയൊരു സ്ഥാനം നിർണയിച്ച് മറ്റൊരു കിണർ പണിയുക. ഒന്നും ആവശ്യപ്പെടാനുള്ള അവകാശം ഞങ്ങൾക്കില്ലെന്നറിയാം. എങ്കിലും ചിലതൊക്കെ പറയണമെന്നുണ്ട്. പുറമേ ഉള്ളവർക്ക് നരകമായി തോന്നാമെങ്കിലും ഞങ്ങൾക്കിത് സ്വർഗമാണ്, ഞങ്ങളുടെ സ്വർഗം. ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ആ ദൈവം പഞ്ചഭൂതങ്ങളാണ്. പ്രാർത്ഥനയേ ഉള്ളൂ, ആരാധനയില്ല. മതങ്ങളില്ല, വിശ്വാസങ്ങളേ ഉള്ളൂ. ഇവിടെ എല്ലാവർക്കും ഒരേ സംഭരണിയിലെ വെള്ളം, ഒരേ കലവറയിലെ ഭക്ഷണം. ഇവിടെ കളവില്ല, ചതിവില്ല, ശത്രുതയില്ല, രോഗങ്ങളുമില്ല. ഈ ജീവിത രീതിയുമായി ചേർന്നുപോയി ഞങ്ങൾക്ക് ഇവിടം വിട്ട് വേറെ എവിടെയും പോയി പാർക്കാനാവില്ല. ശ്വാസം കിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും സാക്ഷി നിർത്തി താണുകയാണ് അപേക്ഷിക്കുകയാണെന്ന് വിചാരിച്ചോളൂ. വേറൊരു സ്ഥാനം കണ്ടെത്തി ഞങ്ങളെ രക്ഷിക്കണം. വേറൊരു സ്ഥാനം ഞാൻ നോക്കില്ല. അഥവാ സ്ഥാനം നോക്കിയാൽ തന്നെ അവിടെ വെള്ളം ഉണ്ടാവില്ല. ഈ സ്വപ്ന ഭൂമിയിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് അവിടെ മാത്രമേ ഉള്ളൂ, ആ പാറയ്ക്കടിയില്. ആ പാറ പൊട്ടിക്കണം.
അത് ഞാൻ പൊട്ടിക്കും. അത് തകർക്കാനുള്ള മാർഗം തേടി ഞാൻ പോവുക. എപ്പോ തിരിച്ചു വരുമെന്നൊന്നും അറിയില്ല. കഴിയുന്നത്ര നേരത്തെ വരാം. എനിക്ക് പകരമായിട്ട് നിങ്ങളിവിടെ ഉണ്ടാവണം. ഇവർക്ക് ഒരു ഉറപ്പിന് വേണ്ടി. എനിക്ക് കുറച്ച് പണം വേണം. പോയിട്ട് വരാം. എന്താ? ഒന്നുമില്ല, വെറുതെ വന്നേ ഉള്ളൂ. എന്താ കാര്യമെന്ന് വെച്ചാ പറഞ്ഞോളൂ. അന്നെന്നെ കളിയാക്കിയില്ലേ? കിണറ് കുത്തി ചെന്ന് ആദ്യത്തെ കുടം വെള്ളം എടുക്കുമ്പോ എന്റെ തലയിലോട്ട് വെച്ച് തരൂന്ന്. ആ കുടം വെള്ളം എനിക്ക് വേണം. തരുവോ? പറ. തരാം. പക്ഷേ സ്വപ്നഭൂമിയിലെ ദേവിയെ പകരം എനിക്ക് തന്നേക്കണം. ആ ദേവി നീയാ, അടുത്ത സുമംഗലിയും നീയാ. എല്ലാവരും ഇതൊന്ന് ഇറക്കാൻ സഹായിക്കണം. ഒന്ന് സഹായിച്ചു കൊടുക്കും. കുറച്ച് രൂപ കൂടി വേണം. വണ്ടിക്കന്നെ കൊടുത്താൽ മതി. ആരവിടെ? ഒന്ന് മാറി വാസുണ്ണ. എന്തത്? പന്ത്. ഇത് ബോംബാ. എന്താ പറയുക ഇതൊക്കെ? ഇത് വെടിമരുന്ന്, കരിമരുന്ന്, പെട്രോള്. അയ്യോ, പൂർവിക തൊഴിലിലും വേദപുസ്തകത്തിലൊന്നും പറഞ്ഞിട്ടില്ലാത്ത ഇതൊക്കെ. വേദപുരം കില്ലാടിമാർക്ക് അറിയാത്ത ശാസ്ത്രത്തിന്റെ അതിരുകടക്കല് അല്ലെങ്കിൽ നേട്ടം. ഇനി ഇതേ ഉള്ളൊരു മാർഗം. നിയമവിരുദ്ധമായി സംഘടിപ്പിച്ച കുറെ വെടിമരുന്നുകളും ബോംബുകളുമാ. അത് എത്ര അളവിൽ പൊട്ടുന്നോ, എങ്ങനെ പൊട്ടുന്നോ, എന്ത് സംഭവിക്കുമെന്നോ എനിക്കൊരു നിശ്ചയമില്ല. അന്തമായിട്ട് അങ്ങോട്ട് ചെയ്യാ. ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റാ തോക്കില്ല. ധൈര്യമായിട്ട് ചെയ്തോളൂ. സ്വപ്നഭൂമിയിലെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടോ എനിക്ക്? എന്റെ ജോലി എന്താ പറ. പറഞ്ഞല്ലോ, അനുഗ്രഹിച്ചാ മതി. അറിയാലോ, സ്വപ്നഭൂമിയിലെ ചില രീതികളൊക്കെ ഉണ്ടെന്ന്. ഞാനായിട്ട് അതിനൊരു മാറ്റവും വരുത്തില്ല, ഒരിക്കലും. എന്താ പ്രേമ അവളെന്തോ ഗൗരവത്തിൽ പറഞ്ഞിട്ട് പോയത്? പാറ പൊട്ടിക്കുന്ന പണി അപകടമായതുകൊണ്ട് ദേവയാനി ഇനി പണിക്ക് വരുന്നില്ലാന്ന്. പോകാൻ പറയണേ. അവിടെ ഇരിക്കണേ, നിനക്ക് ഞാനുണ്ട്. ഞാൻ വാടാ. ഇനി നിങ്ങളിത് നോക്കിക്കോ, ഞാൻ അവളോട് രണ്ട് പറഞ്ഞിട്ട് വരാം. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാം. അത് വേണ്ടായിരുന്നു. എന്ത്? അല്ല, രണ്ടുപേരും കൂടെ എവിടെ പോയിരുന്നു? കക്കൂസില്. രണ്ടുപേരും കൂടിയോ? എടാ, കൊച്ചു പിള്ളേർ ആവശ്യമുള്ള കാര്യത്തിൽ ഇടപെട്ടാ മതി, വേറൊന്നും അന്വേഷിക്കണ്ട. അതെ, വാസുണ്ണൻ എവിടെ പോയെന്ന് നീ ചോദിക്കാൻ നിൽക്കണ്ട. ചോദിക്കേണ്ട സമയമാകുമ്പോ ഞങ്ങൾ ചോദിച്ചോളാം. അല്ല, കഴിഞ്ഞു കയറിയില്ലേ?
ഇത് കണ്ണവാമുനിയുടെ മകൾ ശകുന്തളയെന്ന് നീ അറിഞ്ഞില്ലയോ? പണ്ടേ പോതൂരെ ഈ ആശ്രമസുന്ദരിയുമായി ഞാൻ സ്വല്പം ഒന്ന് സല്ലപിച്ചോട്ടെ. എടാ പ്രേമ, എടാ എനിക്ക് രാവിലെ പോണം, രാവിലെ തന്നെ പോണം. ഞാൻ ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കത്തില്ല. നിനക്കെന്താ ഭ്രാന്തളകിയോ? എടാ 4 സൈഡിൽ കൂടി ഈ കൂട്ടടി വരും. ആരും ഇവിടെ കൊണ്ടു വെച്ചേ. നോക്ക്, എന്റെ പൊന്നുമോൾ ഒന്നും വിചാരിക്കില്ല. ഇവേ കത്തിക്കാൻ പോവാ. ആയിക്കോട്ടെ. എല്ലാരും ഒന്ന് ഇറങ്ങി നിൽക്കണം. കുറച്ചൊരു പൊറോട്ട നോക്കി നിൽക്കാതെ പൊറോട്ട മാറിക്കേ. പ്രേമ, ഓ ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. വാസുദ, അവനിവിടെ വരാൻ ഞാനാണ് കാരണം നോക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ? ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം വാസുണ്ണ. എങ്ങനെയാ അങ്ങനെ കിടക്കുന്ന ഒരുത്തിനും കൊണ്ട് 2 ചൂട് വെക്കുന്നത്? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയാനോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്യ കൂട്ടെടുക്കണം. അതിന് 4 മരുന്നുമുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലും ആകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമിടിപ്പ് നനയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കം ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്കണം.
സമ്മതിച്ചില്ല. അതുകൊണ്ടല്ലേ മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചിനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്. പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ, ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയി എന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്കിപ്പോഴും തമാശ. ഓരോ മാത്രയിൽ ചത്തുകൊണ്ടിരുന്നത് ഞങ്ങളാ. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസോണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എന്റെ അച്ഛൻ. ഇപ്പോ ഇവിടെ ഇഹലോകത്തൊരു ശക്തിയുണ്ട്. ആ വാസോണ്ണ, ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണത്തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോർള് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടങ്ങ് പിഴുത് മാറിയിരുന്നടാ. ഒരു 10-70 കുട്ട പാറച്ചില് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കാം. ഈ സ്വപ്നഭൂമി അതിന്റെ മാറ് ചെലുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റ് ചെയ്യായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്. പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം. പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവില്ല, തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം. ഉറങ്ങിക്കോളൂ. ലേശം ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ ഉറങ്ങ. അയ്യോ, അങ്ങനെയല്ല. ശരിക്കും ഊന്നി നടക്കണം. ഓ, എന്തൊന്നേ പറയണേ? ഞാൻ നോക്കിയേ, ഈ കാലിന് കുഴപ്പമില്ല, എന്റെ ഈ കാലിന് കുഴപ്പമില്ല, കണ്ട ചാടുമ്പോ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ തുടങ്ങി മുടഞ്ഞു മുടഞ്ഞിങ്ങനെ നടത്തിക്കാം. അല്ല, ദേവയാനിക്ക് ഒരു നാണോ ഇല്ല ഈ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടി നിൽക്കാൻ? അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങി പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ. അത് മറക്കണ്ട. നേരെ പിടി. ഈ 7 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ. എന്താ? എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും
എന്റെ മനസ്സം കീഴ്പ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് ഭേദമാകാൻ. ശരിയല്ലേ? അല്ല. എന്ന് വെച്ചാ ദേവയാനിക്ക് ഇഷ്ടമല്ലെന്നർത്ഥം? ഇല്ലാന്ന് ഞാൻ പറയില്ല, ഇഷ്ടമാ. പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നുമല്ല. ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന്? മുഖത്ത് നോക്കി, കണ്ണി നോക്കി, ഈ ആകാശത്ത് നോക്കി പറയാലോ എനിക്കൊന്നുമില്ലാന്ന്. വെറുതെ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി. ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ, കടവാതിലിന്റെ ചെവികളാ. കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കുകയാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം? തെറ്റിദ്ധരിച്ചിരിക്കുന്ന എനിക്കും തോന്നി. രോഗിയുടെ നാഡികളുടെ തളർച്ച മാറ്റാൻ 6 രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഒഴിച്ചല് പോലുള്ളൊരു ക്രിയ അത്. ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ചെയ്യേണ്ടത്. മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം. വാ. അപ്പോ ദേവയാനിക്ക് എന്നോട് ഒന്നുമില്ല? ഇല്ല. ശരി, ഞാൻ കാണിച്ചുതരാം. എന്നാ കാണിച്ചുതരാം. എന്തേ കാണിക്കുന്നേ? അയാളെന്താ അങ്ങനെ ദേഷ്യം പിടിച്ചു പോകുന്നത്? ഒന്നുമില്ല, ഞാൻ ചെല്ലട്ടെ. നിക്കേ, ഈയിടെയായിട്ട് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും നിന്ന് വരാറില്ലല്ലോ. ഞാൻ പോട്ടെ. നിന്റെയും മരുത്താനും ക്ഷമ നശിക്കാറായിട്ടുള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് ആ ചികിത്സ കഴിക്കണം. പിന്നെ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും. ഞാൻ പോട്ടെ പൂവനണ്ണ. ഇവിടെ പോവാ. അല്ല, ആരായത്? വരൂ. നടക്കാറൊക്കെ ആയി നിറഞ്ഞു. ഇരിക്കൂ. കുറച്ചു ദിവസമായി ഉള്ളിൽ കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ, ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട, കിണർ പണി നിർത്തി പൊക്കോളാൻ. അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം. വെള്ളം കണ്ടില്ലെങ്കിൽ ആ മണ്ണി കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം. ഒക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു. അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദി പറയേണ്ടത് ഞാനാണ്. തുടങ്ങിക്കോളൂ. ദേവു ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക? എളുപ്പം നടന്നെങ്കിൽ പോന്നു. എത്ര ദിവസം കൂടിയുള്ള ചികിത്സ? 5 ദിവസം. രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട്. ചികിത്സ തീരും മുമ്പ് അത് നടത്തണം. പൊക്കോളൂ. ആ വടി ഊന്നിപ്പിടിക്ക്. ഇല്ല. ഊന്നിപ്പിടിക്കാനാ പറഞ്ഞത്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? എനിക്കിപ്പോ യാതൊരു അസുഖമൊന്നുമില്ല. വേണേൽ ഈ ഭൂമി എടുത്ത് എന്റെ തോളത്ത് വെച്ച് ആ സൂര്യന് ചുറ്റും 7 വട്ടം ഓടിയിട്ട് വരാനുള്ള ശക്തി ഇപ്പൊ എനിക്കുണ്ട്. കിണനാഥനെ കണ്ട അനുവാദമൊക്കെ വാങ്ങിയിട്ടാ വരുന്നത്. കിണർ കുത്തി ഒരു കുടം വെള്ളം ഈ പെണ്ണിന്റെ തലയിൽ എടുത്തു വെച്ച് തന്ന് ഈ പെണ്ണിനെ കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകും. അതെന്റെ വാശിയാ. അതിനിപ്പോ നിങ്ങളുടെ വൈദ്യുത ശുശ്രൂഷ ഒന്നും എനിക്ക് ആവശ്യമില്ല. രേഖകൾ നിങ്ങളുടെ വാടി, ഞാൻ പോണു. അവിടെ നിൽക്കാനാ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത്രയ്ക്ക് ദണ്ണായി പോയെങ്കില് പിൻവലിച്ചു. ആ വടിയില്ലാതെ ഇപ്പൊ നടക്കരുത്. കിതപ്പുണ്ടാവും, ചിലപ്പോ അസ്ഥിക്ക് പൊട്ടലും ഉണ്ടാവും. ഇത് പിടിക്ക്. എന്തെങ്കിലും അബദ്ധം പറ്റിയ എന്റെ കുറ്റം കൊണ്ടാണെന്ന് എല്ലാരും പറയൂ. പിടിക്കാം, പക്ഷേ താനിപ്പോ ഒരു കാര്യം എന്നോട് തുറന്ന് സമ്മതിക്കണം. എന്താ? തനിക്കും എനിക്കും അറിയാവുന്ന കാര്യം തന്നെയാ. അത് താൻ പറയുന്ന എനിക്കൊന്ന് കേൾക്കണം. തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന്. ഇവിടുത്തെ ചട്ടങ്ങളെ നിയമങ്ങളെയൊക്കെ ഭയന്ന താനിത് തുറന്നു പറയാത്തതെന്ന് ഇത്രയെങ്കിലും എന്നോടൊന്ന് പറഞ്ഞേ. കില്ലാടിക്കുട്ടി വടിയൊന്ന് പിടിക്കേ. ഇത്രയും നേരം വടിയില്ലാതെ നടന്നല്ലേ, കിതപ്പുണ്ടാവും. ഇടത് കൈ എന്റെ തോളിലിട്ടോ. ഇനി ഞാനൊരു കാര്യം പറയാം, കേൾക്കണം.
കേട്ടിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഇവിടുത്തുകാരുടെ ഓർമ്മയില് 2 പ്രാവശ്യമേ രക്തമല്ലിക്കൂട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ. ഒന്ന് കില്ലാടിക്കുട്ടിയെ രക്ഷിക്കാൻ, പിന്നൊന്ന് എന്നെ രക്ഷിക്കാൻ. ചോരക്കുഞ്ഞായിരിക്കുമ്പോ ചത്തുപോയെന്ന് കരുതി ആരും എന്നെ സൈരന്ധ്രയുടെ തീരത്ത് ഉപേക്ഷിച്ചതാ. വെള്ളം കോരാൻ വന്ന പെണ്ണുങ്ങളാ കോരിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എനിക്കൊരു പുതിയ ജീവിതം തന്നു. എന്നെ സോമാജി വൈദ്യരുടെ വളർത്തുമകളാക്കി, സ്വപ്നഭൂമിയിലെ റാണിയാക്കി, ദേവിയാക്കി. അമൂല്യ ഔഷധങ്ങളുടെ കലവറ രഹസ്യങ്ങൾ എനിക്ക് മനപ്പാടാക്കി തന്നു. അങ്ങനെയുള്ളവരെ ഞാൻ എങ്ങനെ ചതിക്കുക? ഇല്ല, ജീവൻ കളയേണ്ടി വന്നാലും ഞാൻ അങ്ങനൊന്നും ചെയ്യില്ല. കില്ലാടിക്കുട്ടി ഒന്നും മനസ്സിൽ കരുതി വെക്കരുത്. എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കുകയും ചെയ്യരുത്. എന്റെ യാചനയോ. വല്ലപ്പോഴും മരുന്ന് ഭാണ്ഡങ്ങളുമായി വേദപുരത്തെത്തിയ തമ്മിൽ കണ്ടാൽ ഇത്തിരി നേരം വർത്താനം പറയണം. ആ ഒരു മോഹമേ ഉള്ളൂ എനിക്ക്. അത് മാത്രം. ഞാൻ പറഞ്ഞത് കേട്ടോ? കേട്ടു. ഇഷ്ടവും ബഹുമാനവും വളരെ കൂടിപ്പോയെങ്കിലും ഞാൻ പിന്മാറുകയാണ്. ശരീരം കൊണ്ട്, മനസ്സ് അതെനിക്ക് പറയാൻ പറ്റില്ല. ദേവയാനിയുടെ ചിന്തകളില് ഇനി ഞാൻ ഒരിക്കലും ഒരു ശല്യമായിട്ട് വരില്ല. സത്യം. പറ, ഇനി പറ, എന്താ എവിടെയുടെ കുട്ടൻസ്? വരൂ. കായകൽപ്പ ദണ്ടെന്നാ പറയണത്. ശരീരകോശങ്ങളെ മൊത്തം പുതുക്കിപ്പണിയുന്ന മരുന്ന് അത് മുഴുവൻ. 67 ഔഷധക്കൂട്ടും 28 ഔഷധ മരങ്ങളുടെ കാതലും ചേർത്തുണ്ടാക്കിയതാ. ഈ കറുത്ത് കാണുന്നില്ലേ, ഇത് മുഴുവൻ പലതരം കാന്തങ്ങളാ. ഇത് 2 മാസം പിടിച്ച് നടന്നു നോക്ക്. അത് കഴിഞ്ഞ സൂര്യന് ചുറ്റും ഭൂമിയെയും ചുമന്നുകൊണ്ട് എത്ര നേരമാ? എവിടം വരെയൊക്കെ ആയി വാസോണ്ണ? കംപ്ലീറ്റ് പാറ ക്ലീനായി. പിന്നെ പൊട്ടി അറിയാനും കെട്ടി കൈക്കോല് കപ്പി ഉറപ്പിച്ചു. മണ്ണിൽ മാത്രം തൊട്ടില്ല. അത് കില്ലാടിയെ ചെയ്യാവുള്ളെന്ന് ഗണനാഥൻ പറഞ്ഞു. ഇനി നീ വരുന്നവരെ കാത്തിരിക്കുക. അതാ ഞങ്ങളുടെ ജോലി. 4 ദിവസം കൂടി കഴിഞ്ഞ ഫുൾ കണ്ടീഷനോട് കൂടി പണിക്ക് പോകാന്ന ഈ വൈദ്യരാണി പറയണത്. മതി, ട്രീറ്റ്മെന്റിന്റെ ലാസ്റ്റ് കഷ്ടം വേണ്ടി വിട്ടാ മതി. ഒന്ന് നോക്കണ പ്രതിഭേ, ഒരാഴ്ച മുമ്പ് നമ്മൾ കണ്ട പ്രേമനയുടെ ഈ പ്രേമനയുടെ വേണ്ട, ദൃഷ്ടിദോഷം വരുത്തണ്ട, ഞങ്ങള് പോയേക്കാം. അപ്പൊ ശരി വാസണ്ണ. അവന് വേണ്ടി പറഞ്ഞു ജയിപ്പിച്ചെടുത്ത ജോലി പോലുണ്ട്. ഈ രക്തമല്ലിക്കൂട്ട് എന്താ ഒന്ന് പറയോ? അത് സ്വപ്നഭൂമിയിലെ അമൂല്യ രഹസ്യങ്ങളാ. പറഞ്ഞ കുറ്റോ? ഓ, ഇനി ഞാനത് പഠിച്ചെടുത്ത് ലോകവിപണിയെ കൊണ്ടേ വിറ്റ് കോടീശ്വരനാവുന്നുള്ള പേടിയായിരിക്കും അല്ലേ? ഹേയ്, അങ്ങനെ പേടിയൊന്നുമില്ല. ഒന്നല്ല 9000 പ്രാവശ്യം കേട്ടാലും നിയോഗം ഇല്ലെങ്കിൽ പഠിക്കാൻ പറ്റില്ല ആർക്കും. അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ. ഒരു കൂട്ട് ഒരു ദിവസേ പറയുള്ളൂ. ആദ്യത്തെ കൂട്ട് പറയേണ്ടത് പ്രഭാതത്തിലാ. അങ്ങനെയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തില് ആദ്യത്തെ കൂട്ട് പറയോ? പറയാം, പക്ഷെ ഒറ്റ പ്രാവശ്യം ഞാൻ പറയുള്ളൂ. പിന്നെയും പിന്നെയും പറഞ്ഞു കില്ലാടിക്കുട്ടി അത് മനപ്പാടാക്കിയാ പിന്നെ ഞാൻ കുറ്റക്കാരിയാവും. എനിക്ക് കേൾക്കാനുള്ള കൗതുകം കൊണ്ടല്ലേ. ശരി, നാളെ പറയാം. പറയട്ടെ? ഞാനും ചിലർ ധ്യാനമൊക്കെ ഒന്ന് കഴിച്ചോട്ടെ. രക്തമല്ലിയില സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. പിടികിട്ടി. പനിനീരൊഴിച്ച് കദളി വാഴത്തണ്ടിൽ അല്ലിയാമ്പൽ കടവിൽ അരക്കിയുള്ള കഴിവ് പോയി. അത് നാളെ. ആനവാലാൽ തൊട്ടെടുത്ത നീലാഞ്ജനം നെൽ പ്രമാണം, പുലിനഖം ഉരച്ചെടുത്തത് എൽ പ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരിവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്ക പുക കാണിച്ച് 6 ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാത തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. എനിക്ക് കിട്ടി ദേവു, എനിക്ക് കിട്ടി. വെളിച്ചം പോലെ, തെളിച്ചം പോലെ എന്തോ ഒന്ന്. നിങ്ങളുടെ അമൂല്യ മരുന്നിന്റെ രഹസ്യക്കൂട്ട് ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞേപ്പിക്കട്ടെ? വെറുതെ വീമ്പിളക്കാതെ. പറയട്ടെ? പറയില്ല. തീർച്ച? തീർച്ച. എന്ന് ആദ്യം മുതൽ കേട്ടോളൂ.
രക്തമല്ലിയിലെ സൂര്യപ്രകാശത്തിൽ 7 പകലുണക്കി 7 പൗർണമികൾ നീളെ ശീതളിപ്പിച്ച് രാക്കുറിഞ്ഞി പൂമ്പൊടി ചേർത്ത് നേരിയമ്പാല ചാറിൽ ചാലിച്ച് നെയ്തലാമ്പൽ ഇലയിലിട്ട് പനിനീരൊഴിച്ച് കദളിത്തണ്ടിൽ കോരിയത് 7 കുമ്പിൾ. ആനവാലാൽ തൊട്ടടുത്ത നീലാഞ്ചനം നെൽപ്രമാണം, പുലിനക മുരച്ചെടുത്തത് എൽപ്രമാണം, സൂര്യഗന്ധി സ്ഫുടം ചെയ്ത് ശംഖുഭസ്മം 4 ചിപ്പി, ഊതി ഉണക്കിയ കരുവീട്ടിക്കറ 3 ചിപ്പി, 7 അന്തികൾ കുന്തിരിക്കപ്പുക കാണിച്ച് 6 ഉഷസിൽ കർപ്പൂരപ്പുക കൊള്ളിച്ച് പാരിജാതത്തളിരിൽ ചേർത്ത് വീഴ്ത്തിയത് 9 കുമ്പിൾ. നീലക്കറുക തിന്നുന്ന പുള്ളിപ്പശുവിനെ 2 കൃഷ്ണപക്ഷം ചാമത്തവിട് ഊട്ടി വെളുത്ത പക്ഷത്തെ ഏകാദശി വരെ മുത്തങ്ങ ചതച്ചിട്ട ഞവരക്കാടി കൊടുത്ത് ദ്വാദശി നാൾ പുലരും മുമ്പ് പുല്ലാങ്കുഴലാൽ യമുന കല്യാണി കേൾപ്പിച്ച് താമര ഇതളിൽ കറന്നെടുത്ത പാല് സമം വെള്ളം ചേർത്ത് 18 പ്ലാവിലെ ഞെട്ടിട്ട് കാഞ്ഞിരക്കാതൽ കത്തുന്ന അടുപ്പത്ത് കാച്ചിക്കുറുക്കി കാലളവാക്കി ത്രിപല പൊട്ടിട്ട് വെണ്ണമട്ടിൽ കൊഴുപ്പിച്ച് ഓടത്തണ്ടിൽ നിറച്ചത് 3 കുഴൽ. എങ്ങനെയുണ്ട്? ഏയ് ദേവു, ദേവു വേണ്ട, ഒന്നും പറയണ്ട. നിങ്ങൾ എന്നെ ചതിച്ചു, വല്ലാണ്ട് ചതിച്ചു. അയ്യോ ദേവു, അങ്ങനൊന്നും കരുതല്ലേ. സ്നേഹിച്ചവരെ, ഊട്ടിയവരെ, വിശ്വസിച്ചവരൊക്കെ ഞാൻ വഞ്ചിച്ചു. നിങ്ങളൊരു കള്ളനാ. എന്തിനായിരുന്നു എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തത്? പറ. എവിടെ, ഏത് ജന്മത്തിലാണ് ഞാൻ നിങ്ങളോട് ഒരു തെറ്റ് ചെയ്തത്? വേണ്ടിയിരുന്നില്ല, എന്നോട് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല. നിങ്ങൾ എന്നെ ദേവു, 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 ഞാൻ ചതിച്ചിട്ടില്ല. ദേവേനെ ഞാൻ ചതിക്കയില്ല. ഞാനൊരു കള്ളൻ അച്ഛനും കുട്ടിയല്ല. വേദപുരത്തുനിന്ന് വന്ന ഒരു പാവം പ്രേമേന്ദ്രനാ. നാടക ഡയലോഗ് കേട്ട് പഠിക്കണ പോലെ പഠിച്ചു. ഒരു തമാശക്ക്, ഒരു വാശിക്ക്. മറക്കാം, എല്ലാ നിമിഷം തന്നെ മറക്കാം. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്ന എന്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കാണുന്ന ദേവേനയുടെ കാലിൽ തൊട്ട് ഞാൻ പറയുന്നു, ഞാൻ മറന്നിരിക്കണു, പൂർണ്ണമായിട്ട് മറന്നിരിക്കണു. ആരോടെങ്കിലും ഇത് പറയാനായി ഇനിയൊരു വരി പോലും എനിക്ക് ഓർമ്മ വരില്ല. വിശ്വസിക്കന്നെ, വിശ്വസിച്ച മാത്രം മതി. എന്നാൽ എങ്ങനെ പഠിച്ചിത്ര പെട്ടെന്ന്? ഞാനും എന്തൊക്കെയോ പറഞ്ഞു, ക്ഷമിക്കണം. പണ്ട് അസുര ഗുരുവായ ശുക്രാചാര്യന്റെ മകൾ ദേവയാനിയെ മോഹിപ്പിച്ച് മൃതസഞ്ജീവിനി രഹസ്യം തട്ടിയെടുക്കാൻ വന്ന കജനെ പോലൊരു കള്ളനല്ല നിങ്ങള്, ചതിയനുമല്ല, എനിക്കറിയാം. പക്ഷേ ആരുമാണ്? ആരു പറഞ്ഞില്ലേ, ഒരു പാവ നാടകക്കാരൻ, ഒരു കിണറൂത്തി. അല്ല, അതിനൊക്കെ മുകളിൽ, വളരെ മുകളിൽ. ഒന്ന് പറ, ആരാ നിങ്ങൾ? ആരാ? ശേ, ഇതെന്ത് ചോദ്യ? ദേവയാനി ജീവൻ വെപ്പിച്ചെന്ന വേറെ ഒരു ശരീരം. ഞാൻ പോകുക. ദേവു, നിന്നെ. ഇല്ല, പോവാ. ഒന്ന് നിന്നെന്ന്. എന്നോട് നിന്നെ വഴക്കിട്ട് ഈ കാട്ടിലുപേക്ഷിച്ച് പോകുന്നേ. ഞാൻ പറഞ്ഞില്ലേ എല്ലാം മറന്നു. അതല്ല. പിന്നെ? എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കും. എനിക്കിനി കില്ലാടിക്കുട്ടിന്ന് വിളിക്കാൻ പറ്റില്ല. അതെന്താ? എന്റെ ചികിത്സയിലായിരുന്നപ്പോ എനിക്കൊരു കുഞ്ഞിനെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോ നിയോഗമുള്ളവർക്ക് മാത്രം പഠിക്കാവുന്നത് പഠിച്ചു കാണിച്ച് അങ്ങ് ആകാശം പോലെ വളർന്ന് നിൽക്കും എന്റെ മുമ്പിൽ. അതിന് പോകുന്ന എന്തിനാ? സ്വപ്നഭൂമി എനിക്ക് എല്ലാം ആണെങ്കിലും ഇവിടുത്തെ ചില ആചാരങ്ങൾ എനിക്ക് ഇഷ്ടമല്ല. ആ ആചാരങ്ങളെല്ലാം മാറ്റാൻ ഒരു ദേവൻ വരുമെന്ന സ്വപ്നം ഞാൻ കുട്ടിക്കാലത്ത് പതിവായി കാണുമായിരുന്നു. ആ ദേവനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നതെന്ന് എനിക്കൊരു തോന്നൽ. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, ഇനിയും വർത്തമാനം പറഞ്ഞ് അടുത്തൊക്കെ പെരുമാറിയാല് ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോയാലോ? അങ്ങനെ പറയരുത് ദേവയാനി. സത്യവാ, ഞാൻ ചിലപ്പോ ഇഷ്ടപ്പെട്ടു പോവും. അങ്ങനെ പറയരുത്. പിന്നെ? ഇഷ്ടപ്പെട്ടു പോയിന്ന് പറയണം. ആണോ? അപ്പൊ നമ്മൾ ഇനി കണ്ടൂടാ? ഇനിയാ കാണേണ്ടത്. ദേവു, ഒന്നിന്നേ. ദേവു, എഴുതി വെക്കപ്പെട്ടിരിക്കുന്ന ചിലതെ കൊണ്ട് ഞാനിവിടെ വരുമെന്നും മണ്ണ് വെട്ടാൻ അറിയാത്ത ഞാൻ കിണർ വെട്ടുമെന്നും ദേവയാനിയെ കാണുമെന്നും ആ മടിയിൽ മരിക്കാനായി ഞാൻ കിടക്കുമെന്നും പിന്നെ ജീവിക്കുമെന്നും ഒക്കെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ വേദപുരത്തുകാരൻ ഈ പ്രേമചന്ദ്രന് എഴുതി വെക്കപ്പെട്ട പെണ്ണ
സ്വപ്നഭൂമിയിലെ വളർത്തുപുത്രിയായി ദേവയാനി. വളർത്തുപുത്രിയാണെങ്കിലും ഇവിടുത്തെ രീതികളൊക്കെ എനിക്കും ബാധകമാ. വിധിയുടെ മുമ്പില് രീതികളൊക്കെ മാറും. സങ്കടപ്പെടേണ്ടി വരരുത്. ഇല്ല, സങ്കടപ്പെടുത്തിയില്ല. ഇങ്ങനെ വേണ്ട, നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇങ്ങനെ വേണ്ട. ഇഷ്ടപ്പെട്ടു എന്ന് പറ. നമുക്ക് പോവാം. ഇഷ്ടപ്പെട്ടു എന്ന് പറ. ഇഷ്ടപ്പെട്ടു. ഇന്ന് തീരുക ചികിത്സ. അപ്പോ എനിക്കിനി ദേവേനയായിട്ട് ഇതുപോലെ കാണാനും സംസാരിക്കാനൊന്നും പറ്റില്ല? ഇല്ല. ഞാൻ കാണും, എവിടെയെങ്കിലും വെച്ച് കാണും, സംസാരിക്കും, ആരും അറിയാതെ. വേണ്ട വേണ്ട, എനിക്ക് പേടിയാ. അങ്ങനെയൊക്കെ നമ്മളെ കണ്ട എന്താ ഇവിടുത്തെ ശിക്ഷകളൊക്കെ? കുറ്റം ആണിൻ്റെതാണെങ്കിൽ കൈ വെട്ടിമാറ്റും. പെണ്ണിന്റെ കുറ്റമാണെങ്കിൽ ചെറിയൊരു ശിക്ഷയുള്ളൂ. തമ്മിൽ കാണരുതെന്നൊരു വിലക്ക് തെറ്റിച്ചാ പിന്നെ പെണ്ണ് സ്വപ്നഭൂമിയിൽ വാഴാൻ പറ്റില്ല. അവളെ കരിയാത്ത മലയിലെ കാട്ടാളന്മാർക്കുള്ളതാ. കൈ വെട്ടി മാറ്റിയാലും സാരമില്ല, എനിക്ക് ദേവുവിനെ കാണണം സ്വകാര്യമായി. കാണാനും ഞാൻ സമ്മതിക്കില്ല. അഥവാ കണ്ടുപിടിക്കപ്പെട്ട ആ കൈ വെട്ടിയെടുക്കാനും ഞാൻ സമ്മതിക്കില്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ആരും അറിയാതെ വന്നേക്കുന്നു എന്റെ കൂടെ വേദപുരത്തേക്ക്? ഇല്ല, ഒരിക്കലും ഇല്ല. എനിക്കിഷ്ടമല്ല അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ഈ ആചാരങ്ങളൊക്കെ മാറാൻ എന്താ ഒരു വഴി? മാറും, അതിനുള്ള സമയം തുടങ്ങി. സ്വന്തം വെള്ളം ഇവിടെ ഒഴുകി കഴിയുമ്പോ ചില വ്യതിയാനങ്ങളൊക്കെ വരും. വന്നേ പറ്റൂ. അപ്പൊ മെല്ലെ മെല്ലെ പല രീതികളും മാറും. ഇവിടുള്ളവരെല്ലാം ചേർന്ന് എന്നെ ഒരു ആഘോഷമായി വേദപുരത്ത് എത്തിച്ചു തരും. എന്റെ ഒരു മോഹം അത്. അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഉണ്ട്. അതിന് ഒരുപാട് നാളുകൾ എടുത്താലോ? ഞാൻ കാത്തിരിക്കും. 10-15 വർഷങ്ങൾ എടുത്താലോ? ഞാൻ കാത്തിരിക്കും. അതുവരെ തമ്മി കാണരുത്. ശരി, ദേവേനയുടെ ഇഷ്ടങ്ങൾക്ക് ഞാൻ എതിര് നിൽക്കില്ല. അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. ഇപ്പോ ചികിത്സ ഇപ്പോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇത്രയും കാലം ഞാൻ ചികിത്സിച്ചത് മറ്റാരുമല്ല, എന്റെ ദേവനെ തന്നെയായിരുന്നു എന്ന സന്തോഷമുണ്ട് എനിക്ക്. ഇനി ഈ ശരീരത്തില് ദേവേനെ തുടരുന്നറിയാം. അതുകൊണ്ട് ഞാനൊന്ന് തൊടുക അവസാനമായി. ഒന്നും ചെയ്യരുത്. മാറി നീ ഇവിടെ വന്നത് കിണർ പണിയാനോ പെണ്ണ് പിടിക്കാനോ? ചൊല്ലും ചെലവും തന്ന് നിന്നെ ഈ മണ്ണി കാലുകുത്തിച്ച എന്റെ പെണ്ണിനെ തന്നെ വേണം നിനക്ക്. അല്ല, മറുനാട്ടിൽ നിന്ന് സ്വപ്നഭൂമി കയറി പെണ്ണിനെ തൊട്ടവന്റെ കൈ കരിയാത്ത മലയിലെ കാട്ടിൽ നായിക്കൊള്ളതാ. അറിയോ? കൊന്നാണ് ഞാൻ നിന്നെ. 1000 മൃതം നോറ്റ് നാഡീവൈദ്യം പഠിച്ച പെണ്ണെന്ന നിലയിൽ ഏതാണുങ്ങളുടെ ദേഹം ഒഴിഞ്ഞ് രാപ്പാർത്തകളെ ഇവിടെ പിഴച്ചു പോയില്ല എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സ്വപ്നഭൂമിക്കാർക്ക്. നമ്മളെ മുഴുവൻ വഞ്ചിക്കായിരുന്നവള്. എന്താ ഇവിടെ? എന്താ ഈ നിൽക്കുന്ന സോമാജി വൈദ്യന്റെ മോക്ക് കിണറുത്താൻ വന്ന വേദപുരക്കാരനുമായിട്ട് സ്വപ്നഭൂമിക്ക് നിരക്കാത്ത ചില ബന്ധങ്ങളുണ്ട്. അവിഹിത ബന്ധം. അതിപ്പോ ഞാൻ നേരിക്കണ്ടു. ചികിത്സയുടെ പേരും പറഞ്ഞ് നമ്മളൊക്കെ ഇവിടെ കബളിപ്പിക്കായിരുന്നു. മോളെ വേണ്ട, നാട്ടുകൂട്ടത്തിന്റെ തീരുമാനം പറഞ്ഞിട്ട് നീ മിണ്ടിയാ മതി. അങ്ങോട്ട് മാറി. ഇതെന്ത് ന്യായവാ? ഇവിടെ ഇപ്പൊ ഭൂരപ്പം പറഞ്ഞ ഒരു പക്ഷമല്ലേ കേട്ടിട്ടുള്ളൂ, ഇതിനൊരു മറുപക്ഷമില്ലേ? അതും കേൾക്കണ്ടേ? അതാ ശരി. നാട്ടുകൂട്ടത്തിലെ അംഗങ്ങളും ഗണനാഥനും ഇവിടെ ഇപ്പോൾ ഉള്ള സ്ഥിതിക്ക് ഇനി ഇത് നീട്ടിവെക്കേണ്ട കാര്യമില്ലല്ലോ. പറയാനുള്ളത് കേട്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത്. മരുത്താള വൈദ്യപ്രകാരം നാഡീ ചികിത്സ നടത്തുന്ന ഈ കുട്ടിയുടെ കാര്യത്തിൽ ഭുവനപ്പം പറയുന്ന പരാതികൾ മുഖവിലക്കെടുക്കാൻ പറ്റില്ല. നാഡീ ചികിത്സാ മുറകളിൽ ചിലത് പുറമേ നിൽക്കുന്നവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പെൺകുട്ടിയുടെ വിശദീകരണം മാത്രമേ ഞാൻ സ്വീകരിക്കൂ. കുട്ടിക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ.
മനസ്സാ വാചാ കർമ്മണ കുട്ടിക്ക് ഇയാളുമായിട്ടുള്ള സമ്പർക്കം ചികിത്സാവിധിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് തുറന്നു പറഞ്ഞോളൂ. ഇക്കാര്യത്തിൽ കുട്ടിയുടെ മറുപടിയാണ് എനിക്ക് പ്രമാണം. പറഞ്ഞോളൂ. ചികിത്സയുമായി ബന്ധപ്പെട്ടതല്ല. കുറ്റം സമ്മതിച്ചിരിക്കുന്ന സ്ഥിതിക്ക് കീഴ്വഴക്കനുസരിച്ചുള്ള എല്ലാ ശിക്ഷകളും കൊടുത്തേ പറ്റൂ. ദേവേൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനാ കഴിയുന്നത്രയും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച ആ കുട്ടിയെ അതിക്രമിച്ച് കടന്നു പിടിച്ചത് ഞാനാ. അല്ല അല്ല, കള്ളമാ പറഞ്ഞത്. ഞാൻ എന്റെ പൂർണ്ണ സമ്മതത്തോടെ ചെന്നത്. രണ്ടുപേരുടെ ഉള്ളിരിപ്പ് കേട്ടല്ലോ. ഇനിയിപ്പോ എന്താ ആലോചിക്കാനാ? ഇനി ശിക്ഷ എന്താണെന്ന് ആലോചിച്ചാൽ മതി. നാട്ടുവഴക്കം വെച്ച് നോക്കുമ്പോ മരനാട്ടിൽ നിന്ന് വന്ന് മരുത്താള പെണ്ണിനെ തൊട്ടാൽ തൊട്ട കൈ വെട്ടുക എന്നുള്ളതാണ് പണ്ടത്തെ കീഴ്പതിവ്. പക്ഷെ അത് ഇപ്പൊ ന്യായമാണോ? ചിന്തിക്കണം. അല്ല, ന്യായമല്ല. ഈ നാടിന് മുഴുവൻ കുടിവെള്ളം കിട്ടാൻ ഇരുമ്പ് പാലെടുത്ത കൈകളാണിത്. സ്വപ്നഭൂമിക്ക് തീരാക്കളകം ഉണ്ടാക്കുന്ന ഒരു വിധിയും ഉണ്ടാക്കാൻ പാടില്ല. അത് ശരിയാ. മരുത്താളന്റെ മാന്യത പോകരുത്. ഇനിയിപ്പോ മേലിൽ രണ്ടുപേരും തമ്മിൽ കാണാത്ത വിധം ഊരുവിലക്കുകയാണ് വേണ്ടത്. വിധിപ്രകാരം ഊരുവിലക്കിലുള്ള ഒരുക്കുകൾ ആരംഭിക്കാം. സ്വപ്നഭൂമിക്കും മരുത്താളർക്കും അതിൽപ്പെട്ട ഇരിപ്പുകൾക്കും നടപ്പുകൾക്കും മാനത്തിനും മര്യാദയ്ക്കും പരമ്പരയാ കാവലേറ്റ ഗണനാഥൻ മേൽ ചൊല്ലിയതിൽ നടപ്പിനും മാനത്തിനും കോട്ടം കാട്ടിയ സോമാജിമകൾ ദേവയാനിക്കും വേദപുരത്ത് നിന്നും നാട്ടരതി കടന്നെത്തിയ സുന്ദരകില്ലാടിക്കും മേലിലൊരിക്കലും തമ്മിൽ കാണാൻ പാടില്ലാത്ത ദൂരം കാത്ത് രണ്ടു വെളിപ്പാടകലം നോക്കി കഴിഞ്ഞുകൊള്ളാൻ ഇടം വിലക്ക് കൽപ്പനയാക്കുന്നു. ഈ വിലക്ക് മുറിച്ച് കണ്ടത് പെണ്ണെങ്കിൽ കുടിയടച്ച് ബലിയൂട്ടി പ്രഷ്ടും, ആണെങ്കിൽ ചാവോളം കഴിവേറ്റും മുൻകൂർ കൽപ്പനയാക്കുന്നു. ഇങ്ങത്താ, ഞാൻ നിർത്താം. ഒരവതാരം പോലെ എന്റെ കയ്യിലെത്തിയ നിനക്ക് അസാധാരണമായ മനക്കരുത്തും വ്രതശുദ്ധിയും ഉണ്ടെന്ന് കണ്ടിട്ടാ ഈ അപൂർവ പാരമ്പര്യ വൈദ്യത്തിലെ നാഡീ ചികിത്സാ മുറകൾ ഞാൻ നിന്നെ പഠിപ്പിച്ചത്. പക്ഷേ സൽപാത്രത്തിലല്ല ഞാൻ വിളമ്പിയതെന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇനി നീ ഇവിടുത്തെ ഔഷധങ്ങളിലൊന്നും തൊട്ടുപോകരുത്. എന്നാലും ഇങ്ങനൊരു തെറ്റ് നിനക്ക് എങ്ങനെ സംഭവിച്ചടി മോളെ? വരൂ. എന്താ കുട്ടി, എന്താ ഈ രാത്രിയില്? മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയാൻ എനിക്ക് വേറെ ആരുമില്ല, അതുകൊണ്ട് വന്നതാ. കുട്ടി ഇവിടെ ഇരിക്കൂ. എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. എല്ലാരും ചോദിക്കുന്നു എനിക്കെന്ത് പറ്റിയെന്ന്. എനിക്കറിയില്ല എനിക്കെന്ത് പറ്റിപ്പോയെന്ന്. എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ചികിത്സയുടെ പേരും പറഞ്ഞ് എനിക്ക് ഒഴിയാമായിരുന്നു. എന്നിട്ടും ഞാനത് ചെയ്തില്ല. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? നിങ്ങളൊക്കെ കൂടെ എന്റെ നെഞ്ചിന്നെടുത്ത് രണ്ട് വെളിപ്പാട് അപ്പുറത്തേക്ക് എറിഞ്ഞത് തെറ്റിനെയാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും അതെടുത്ത് പിന്നെയും എന്റെ നെഞ്ചോട് ചേർക്കാൻ തോന്നുന്നു. ഞാൻ എന്താ ഇങ്ങനെയൊക്കെ? എനിക്കൊന്ന് പറഞ്ഞു തരൂ. മോളെ, നിങ്ങൾക്ക് വിലക്ക് കൽപ്പിച്ചു പോന്ന എന്റെ ഈ വീട്ടുവഴിയെ ഉറക്കവും കൊണ്ടിലെ രാത്രികൾ വരില്ല. നിന്റെ ഉറങ്ങാത്ത രാത്രികൾ എനിക്ക് തന്നിട്ട് നീ പോയി ശാന്തമായി ഉറങ്ങുക. എന്താ? ചിലതൊക്കെ പറയാനാ വന്നത്. പക്ഷേ അതൊക്കെ തുറന്നു പറയാൻ ചില ആചാരങ്ങളുടെ വിലക്കുകൾ എനിക്കുമുണ്ട്.
ഇന്ന് നിങ്ങളെ പിടിച്ചകറ്റിയ ഗണനാഥനല്ല, സ്വപ്നഭൂമിക്കാരനായ വെറും രാജമാണിക്യമാണ് ഞാനിപ്പോ. മനുഷ്യരാശിക്ക് മൊത്തം അവകാശപ്പെട്ട വിശുദ്ധമായ കുറെ ചിന്തകളും അറിവുകളും വിദ്യകളും കാത്തു സൂക്ഷിക്കുന്നവരാ ഞങ്ങള് സഹസ്രാബ്ദങ്ങളായിട്ട്. അമൃതതുല്യമായതെന്തും നമ്മൾ പൊതിഞ്ഞു മൂടിയല്ലേ സൂക്ഷിക്കുക. അതുപോലെ സ്വപ്നഭൂമിയിലെ അപൂർവമായ അറിവുകളും വിദ്യകളുമൊക്കെ കുറെ ആചാരവിശ്വാസങ്ങളും അയവില്ലാത്ത കുറെ ചട്ടങ്ങളും കൊണ്ടാണ് പൊതിഞ്ഞു മൂടി സൂക്ഷിച്ചിരിക്കുന്നത്. മരുത്താളരുടെ സൂക്ഷിപ്പുകൾ ലോകത്തിന് തീറെഴുതി കൊടുക്കേണ്ട കാലം വരുമ്പോ അതിന്റെ മുന്നറിയിപ്പായി 2 പ്രധാന ലക്ഷണങ്ങൾ ഇവിടെ കാണുമെന്ന് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലൊന്ന് ഭ്രഷ്ട് കൽപ്പിച്ച പെണ്ണ് തിരിച്ചെത്തുക. രണ്ടാമത്തേത് സ്വപ്നഭൂമിയിലെ മണ്ണ് സ്വന്തം ജലം കൊണ്ട് നനയുക. ഇത് രണ്ടും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും മൂടി വെക്കാനില്ല. ഒന്ന് സംഭവിച്ചു കഴിഞ്ഞു. രണ്ടാമത്തേത് നടന്നാൽ സ്വപ്നഭൂമിയിൽ മാറ്റങ്ങൾക്ക് തുടക്കമായി. ഈ മണ്ണിൽ നിന്നും സ്വന്തം ജലകുംഭം ഉയർന്നു വരുന്നതും അതിൽ കുളിച്ച് ഭ്രഷ്ടുമാറിയെത്തുന്ന സുമംഗലിമാരെ സ്വപ്നഭൂമിക്കാർ വാരിപ്പുണർന്നു സ്വീകരിക്കുന്നതും അറിവിന്റെ പാഠക്കെട്ടുകൾ ഈ ലോകത്തിന് മുമ്പിൽ തുറന്നു വയ്ക്കുന്നതും സ്വപ്നം കണ്ടു നടന്ന ഒരു ചെറുപ്പമുണ്ടെനിക്ക്. ഞാനൊരിക്കൽ പറഞ്ഞു, ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എത്തിയതാണ് കില്ലാടി ഇവിടെ. തളരാതെ പതറാതെ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിപ്പോ എന്റെ ഒരു പുതിയ ആവശ്യം കൂടിയാണ്. പറഞ്ഞല്ലോ, കൂടുതൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോഴെനിക്കില്ല. ആ കിണറിന് ഞാൻ തൊടില്ല. നിങ്ങളെ പോലുള്ള മഹാപാപികളുടെ ആചാരങ്ങളൊക്കെ മാറ്റിമറിക്കാൻ ആ മരണക്കിണറിലേക്ക് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിച്ചു വെച്ചിട്ടുള്ള ആ പാപത്തിന് പുറത്തിറക്കി വിടാദ്യം. എന്നിട്ട് മതി ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ. പോകരുതെന്ന് കരുതിയതാ. പക്ഷെ ഞാനിവിടെ നിന്ന അവളകത്ത് കിടന്ന് വീർപ്പൂട്ടും. പോവാ, അവളെങ്കിലും ഒന്ന് വെളിച്ചം കണ്ട് നടക്കട്ടെ. കില്ലാടി, വാസുണ്ണ, വാസുണ്ണ. അമ്മ, ഈ സ്വപ്നഭൂമിയിലേക്കാ വന്നതെന്ന് നീ എന്നോട് പറഞ്ഞില്ലല്ലോ മോനെ. വിവരമൊന്നുമില്ലാഞ്ഞ് പ്രദീപിന്റെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാ അറിഞ്ഞ് നീ ഇവിടാണെന്ന്. സന്തോഷം കൊണ്ട് നെഞ്ചു നിറഞ്ഞപ്പോ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. അച്ഛന്റെ നടക്കാതെ പോയൊരാഗ്രഹ. കിണറ് കുഴിക്കുകയാണെങ്കിൽ സ്വപ്നഭൂമിയിലാ കുഴിക്കേണ്ടതെന്ന് എപ്പോഴും പറയും. എല്ലാരും തോറ്റെടുത്ത് ജയിക്കണം. അപ്പനപ്പൂപ്പന്മാർ 1000 കിണറ് കുഴിച്ചിട്ടുണ്ടെങ്കിലും നീ ഈ ഒരൊറ്റ കിണർ മാത്രം കുഴിച്ചാ മതി. അമ്മയ്ക്ക് തൃപ്തിയാ. അതൊരിക്കലും നിന്റെ മരണക്കിണറാവില്ല മോനെ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയണേ? ചെയ്യയുടെ പ്രേമെന്നങ്ങോട്ട് പറഞ്ഞാ പോരെ? ചെയ്തിരിക്കും. ഇവനെല്ലാം എന്നോട് പറഞ്ഞു. നിനക്കെന്താ ആ ദേവയാനിയോട്? എനിക്കൊന്നുമില്ല. ഏയ്, ആ ദേവയാനിയോട് എനിക്കൊന്നുമില്ല. പഞ്ചപാവങ്ങളായി സ്വപ്നഭൂമിയിലുള്ളവര്. നീ അവരുടെ മണ്ണ് നനച്ചുകൂടെ. നിന്റെ കാൽക്കൽ അവരെന്തും കൊണ്ടുവയ്ക്കും. എന്തും. ഇപ്പൊ ഇത് എന്റെ കൂടി ആവശ്യം. പ്രാർത്ഥിക്കണേ വാസുണ്ണ. എന്തിനാണ് നിനക്ക് വേണ്ടി കാണാമറിയത്തിരുന്ന ഒരാള് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് മതി. ദേവു, ഇന്ന് ശരിക്കു പണി നടന്നു. ആണുങ്ങളൊന്നും അങ്ങോട്ട് പോയേ ഇല്ല. എന്തേ? 40 കോല് കഴിഞ്ഞു അത്രേ. ഓരോരുത്തർ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നീ ഉണ്ടായിരുന്നെങ്കില് വല്ലതൊക്കെ തിരിച്ചു പറയായിരുന്നു. കണ്ടോ? ഇല്ല, ഇന്ന് നേരത്തെ പോയി. വെറുതെ ആളുകൾ പറഞ്ഞ് പേടിപ്പിക്കുക. 45 ആകുമ്പോ കുഴപ്പമുണ്ടാവും, 45 ആകുമ്പോ കുഴപ്പമുണ്ടാവും. ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ലേ? കുഴപ്പമുണ്ടാവും വാസുണ്ണ. ഇവിടുത്തെ ഭൂഘടന അങ്ങനെയാ. 45 കോല് വരെ താങ്ങി നിൽക്കാൻ മണ്ണിന് ബലമുണ്ട്. അതിനപ്പുറത്തോട്ട് പോയിട്ടും വെള്ളം കിട്ടുന്നില്ലേ പിന്നെ മണ്ണിടിയും. ഒന്നും ഉണ്ടാകാതിരിക്കാൻ ഞാൻ താഴ്ഭാഗം കോണിച്ച വെട്ടിയിരിക്കുന്നേ. പക്ഷേ അതല്ല പ്രശ്നം, മഴ. കഴിഞ്ഞ 2 പ്രാവശ്യവും 45 കോലായപ്പോ മഴ പെയ്തു. അപകടം അത്. മഴ പെയ്ത മണ്ണ് എല്ലാ ഭാഗത്തുനിന്നും കിണറ്റിലേക്ക് തള്ളി ഇറങ്ങും.
സ്വപ്നഭൂമിയാകെ വിറയ്ക്കും, വിള്ളലുണ്ടാവും. ഇന്ന് രാത്രി മഴ ഉണ്ടായിക്കൂടാ. വ്രതം നോറ്റ് പ്രാർത്ഥിക്കാൻ പോവാ ഞാൻ ഈ രാത്രി മുഴുവനും. അതിന് 45 ആയില്ലല്ലോ. ആയി. 45 കോല് കൃത്യം കുടിച്ചിട്ടാ ഞാനിന്ന് പുറത്തു വന്നത്. പ്രേമ, എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുന്നു. ഈശ്വര, കന്നുകാലികളുടെ കരച്ചിൽ കേട്ടില്ലേ? ഭൂമി കുലുങ്ങിയതാ, ഇനിയും കുലുങ്ങും ശക്തമായി. എന്തെങ്കിലും ചെയ്യണം. മഴക്കാർ ശരിക്കും കൊണ്ടുകഴിഞ്ഞു. അന്തരീക്ഷം മാറുക. മഴ പെയ്താൽ സ്വപ്നഭൂമി ആകെ തകരും. മണ്ണിടിയോ സംശയം ഉണ്ടെങ്കിൽ ഒരു നിമിഷം താമസിക്കാതെ കിണർ മൂടണം. കിണർ മൂടാൻ പറ. ഇത് സാധാരണ മഴക്കാരല്ല, പേമാരുടെയും കൊടുങ്കാറ്റിന്റെ അടയാളമാണ്. മഴ വീട് തുടങ്ങി, പെയ്ത് കിടക്കുമ്പോ കിണർ മൂടാൻ പറ. ഇല്ല, മഴ പെയ്യില്ല, മണ്ണിടിയില്ല. വേദപുരത്തെ താളിവിലക്കെട്ടിൽ കളവും കള്ളക്കണക്കില്ല. കാണുന്നതൊക്കെ ദുർലക്ഷണങ്ങളാ. മണ്ണിടിയുന്നതിന് മുമ്പ് അതങ്ങ് മൂടുന്നതല്ലേ നല്ലത്. മഴ പെയ്യില്ല. ഇയാളുടെ ഭ്രാന്തം വിശ്വസിച്ചുകൊണ്ടിരിക്കരുത്. കിണർ ഇപ്പൊ തന്നെ മൂടണം. കിണറാൻ കൽപ്പിക്കുന്നുണ്ടോ? 38 ദിവസത്തെ എന്റെ അധ്വാനത്തിന്റെ ബലോത്. അതിലൊരു മൺതരി വീഴാൻ ഞാൻ സമ്മതിക്കില്ല. മതിയില്ലടി, ആ കിണർ ഉപേക്ഷിച്ചേക്ക്. ഈ ഭൂമി രക്ഷിക്കാൻ എനിക്കത് മൂടിയേ പറ്റൂ. നോക്കി നിൽക്കാൻ ഇടിച്ചു നിർത്ത്. പക്ഷേ ആകാശമോ ഭൂമിയോ ഈ കിണർ മൂടുന്നെങ്കിൽ വേദപുരത്തെ കണക്ക് വിശ്വസിച്ച അവസാനത്തെ കില്ലാടിയും ഈ മണ്ണിനിടയിൽ കാണണം. അമ്മേ, മണ്ണിനും പെണ്ണിനും ഞാൻ വാക്കുകൊടുത്തു. എന്റെ വാക്കുകൾ കാത്തോളണമേ. കില്ലാടി, എന്താണ് ഈ കാണിച്ചത്? കയറി വാടാ, തൊട്ടി കയറടാ. കില്ലാടി കേറാനാ പറഞ്ഞത്. പടിഞ്ഞാറ് ഭാഗത്ത് നിലത്ത് വിള്ളൽ വീഴൂ. ഇനി ഇവിടെ ആരും നിൽക്കരുത്. ഓടി രക്ഷപ്പെട്ടോണം, ഓടി രക്ഷപ്പെട്ടോണം. ദേവു, എല്ലാവരും നിർബന്ധിച്ചപ്പോ കിണർ മൂടാൻ ഗണനാഥൻ പറഞ്ഞു. പാവം കില്ലാടി കിണറിലേക്ക് ഒറ്റച്ചാട്ടം. എത്ര വിളിച്ചിട്ടും കയറുന്നില്ല. ഇപ്പോ എവിടെയോ വെള്ളില് കണ്ടെന്ന് പറഞ്ഞ് ഗണനാഥൻ എല്ലാവരെയും അവിടുന്ന് മാറ്റുക. ഇവിടെ ആരും നിൽക്കാൻ സമ്മതിക്കില്ല. കില്ലാടിയുടെ വിശ്വാസം കില്ലാടി രക്ഷിക്കുമായിരിക്കും. വേറെ നിൽക്കണ്ട, പോണം. ഞങ്ങൾ ഇടിച്ചു മാറ്റല്ലേ. മഴച്ചാറിൽ കണക്കുന്ന ലക്ഷണം കണ്ട ജീവനോടൊരാൾ അതിലുണ്ടെന്ന് വിചാരിക്കില്ല. ഗ്രാമത്തിന്റെ മുഴുവൻ രക്ഷയ്ക്ക് ആ കിണർ അടിച്ച് നിർത്തി കളയും. തടസ്സം പറയരുത്. സമ്മതിച്ചു. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, അവിടെ പോയിരിക്കേ. നേരം വെളുക്കുക, മഴക്കാരൊക്കെ മാറി. വാ, നമുക്ക് പോയി നോക്ക്. ആരത്? അയ്യോ, ദൈവമല്ലത്. അതെ, ദേവു എപ്പോ വന്നു? ദേവു എടാ പ്രേമ, ദേവു വന്നുടാ. നിന്റെ ദേവു വന്നു.
വാടാ. ദൈവം, ഇന്നലെ രാത്രിയിൽ മുഴുവൻ ഞാൻ കേട്ടു. മണ്ണിനടിയിൽ വെള്ളത്തിന്റെ കുളിർത്ത ശബ്ദം ഞാൻ കേട്ടു. സത്യം, രാത്രി മുഴുവൻ മണ്ണിലെ തലചായ്ച്ച് ഞാനത് കാതു നിറയെ കേൾക്കുകയായിരുന്നു. ആ ശബ്ദം ഓർക്കുന്നോ? ഞാൻ നേർന്നിരുന്ന ഒരു കുടം വെള്ളം അതിന്ന് തരും ഞാൻ, ഇന്ന്. പക്ഷെ അത് വാങ്ങാൻ ഞാനുണ്ടാവില്ലല്ലോ. ഭ്രഷ്ടായിപ്പോയില്ലേ എനിക്ക്. ഇന്നലെ എല്ലാവരും കൂടി കിണറിനടിയിൽ ഒറ്റയ്ക്കിട്ടിട്ട് പോയെന്നറിഞ്ഞപ്പോ ഞാൻ അറിയാതെ ഓടി വന്നു പോയതാ. മണ്ണിടിഞ്ഞു വീണ ഒരുമിച്ച് മരിക്കാൻ. ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പ രീതികൾക്കൊന്നും എതിര് നിൽക്കണ്ട. എനിക്ക് സങ്കടമില്ല. നേരത്തോട് നേരം കൂടുമാറ്. ഈ പെൺജാതിക്ക് കുടിയടച്ച് ബലിയൂട്ടി ഭ്രഷ്ടേൽക്കാൻ ഭൂതത്തലയ്ക്ക് വഴങ്ങി കൂടെ പോരാൻ കൽപ്പന. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്ത് തെറ്റ് ചെയ്തിട്ടാ ഇങ്ങനെയൊക്കെ? അന്ന് ഞാൻ പറഞ്ഞല്ലേ, തെറ്റുകാരൻ ഞാനാ. ഒരു തെറ്റും ചേർത്ത പാവത്തിന് വെറുതെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്നെ വേണേലും 100 കഷ്ണങ്ങളാക്കി ആ കിണറ്റിലേക്ക് അറിഞ്ഞേക്ക്. ഒഴിഞ്ഞു മാറിയുള്ള സ്നേഹിച്ചു കൊല്ലാൻ പിടിച്ചു നിർത്തിയത് ഞാനാ. എല്ലാ തെറ്റും എന്റേതാ. ഈ ദേവയാനിക്ക് ഒരു പിഴയും പറ്റിയിട്ടില്ല. എന്താ എല്ലാവരും ഇങ്ങനെ വെറുതെ നോക്കി നിൽക്കുന്നേ? എന്തെങ്കിലുമൊക്കെ പറ. കില്ലാടി മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരും ചങ്ക് പറഞ്ഞു നിൽക്കുക. ദേവയാനി യാത്ര പറയുന്ന ഈ നാടിന് ഇനി ഒരിക്കലും കണ്ണീര് തോരില്ല. അവളെ പിരിയാൻ മനസ്സുള്ള ഒരാൾ ഇവിടെ നിൽപ്പില്ല. കണ്ണുനീരിൽ കുളിച്ചുകൊണ്ട് മരുത്താളിന് ചെയ്തേ പറ്റൂ. തലമുറകൾ കരൾ പറിച്ചു കൊടുത്ത് പോറ്റുവരുന്ന ആചാരനിഷ്ഠകൾക്ക് നിയമങ്ങൾക്കും വേണ്ടി. പറ്റിപ്പോയ തെറ്റ് തിരുത്താൻ പൂർവികമായി കൊടുത്തുപോരുന്ന ശിക്ഷയായിരുന്നു അന്ന് വിധിച്ച വിലക്ക്. അത് തെറ്റിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്ത് ആ വിധിയിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രകൃതിയുടെ ഇടപെടലാവാം ഇവിടെ തെറ്റിച്ചു. പക്ഷേ പൂർവികമായ നിയമങ്ങൾ തെറ്റിക്കാൻ ഒരു പ്രകൃതി ശക്തിയും എനിക്ക് കൂട്ടുനിൽക്കുന്നില്ല. കൊണ്ടുപോകൊള്ളൂ. എല്ലാ കുറ്റങ്ങളുടെ ഭാരവും ചുമന്നുകൊണ്ട് ഞങ്ങളുടെ ദേവയാനി യാത്രയാവുകയാണ്. അവൾ ആ ശിരസിൽ വെച്ച് ചുമക്കാൻ കൊതിച്ചത് മറ്റൊരു ഭാരമായിരുന്നു. സ്വപ്നഭൂമിയുടെ സ്വന്തം മണ്ണിൽ പറക്കുന്ന ഒരു കുടം വെള്ളം. അത് കൊടുത്തിരുന്നുവെങ്കിൽ സ്വപ്നഭൂമിക്കാർ സ്വയം മറന്നുപോയനെ. ഒത്തിരി മാറ്റങ്ങളുമായി ഇനി ആ ഉറവ പൊട്ടി ഒഴുകുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എനിക്കൊരു കുടം വെള്ളം വേണം വാസുണ്ണ. ഉടനെ എന്റെ ദേവേനെ അവരോട് നാട്ടിറക്കുമ്പോ എനിക്കൊരു കുടം വെള്ളം വേണം. തരികയാണെങ്കിൽ ഇപ്പൊ തരണം. ഇനി സമയമില്ല.
എവിടെ എന്റെ ദേവിക്ക് കൊടുക്കാനുള്ള വെള്ളം? ഇന്നലെ എന്റെ കാതുകളിൽ കള്ളം പറയായിരുന്നു അല്ലേ? വെള്ളം എവിടെ? ചതി ചെയ്ത് വെട്ടി കൊണ്ട വെണ്ണുരത്തി നേര് പറഞ്ഞ് നെരുപ്പ് കെടുത്തി പടിയിറങ്ങുന്നേ. ആർക്കാ തെറ്റിയത്? പാതാളത്തിലെ 12 കോടി ഉറവകളുടെ കണക്ക് പറഞ്ഞ ഗുരുക്കന്മാരെ പറ, ആർക്കാ തെറ്റിയത്? ഭൂമി പൂജ ചെയ്ത് വേദം പറഞ്ഞെടുത്ത് വെട്ടിയ എനിക്ക് വെള്ളം തരാത്ത പാതാള ദേവതമാരെ മൂട്, മൂട്, ഈ മണ്ണിനകത്തിട്ട് എന്നെ മൂട്. 5 ഭൂതങ്ങൾക്കും പുലയോതി, 5 ഭൂതങ്ങൾക്കും പുലയോതി. എന്റെ ദേവി പിഴച്ചവളല്ല, ഞാൻ പിഴച്ചവളല്ല. 24 ദിക്കിനും പുലയോതി, 24 ദിക്കിനും പുലയോതി. വെറും ചതി ചെയ്ത് വെട്ടുകൊണ്ട വെണ്ണുരത്തി, ചതി ചെയ്ത് വെട്ടുകൊണ്ട വെണ്ണുരത്തി നേര് പറഞ്ഞ് നെരുപ്പ് കെടുത്തി പടിയിറങ്ങുന്നേ. വെള്ളത്തിന് നീട്ടിയ വേദപുരത്ത് അവസാനത്തെ കില്ലാടിയുടെ കൈ നിങ്ങള് തട്ടിമാറ്റിക്കളഞ്ഞല്ലോ, തട്ടിമാറ്റിക്കളഞ്ഞല്ലോ, തട്ടിമാറ്റിക്കളഞ്ഞല്ലോ. പഞ്ചഭൂതങ്ങൾ സാക്ഷി നിൽക്കെ സ്വപ്നഭൂമിയിലെ കീഴ്നടപ്പിൻ മുറയ്ക്ക് വിലക്ക് തെറ്റിച്ച് ഗണത്തിനാകെ പെരിഞ്ചേതം വരുത്തിയ പെൺജാതി ഇവളെ ഗണത്തിന് നാഥൻ ഇനി ചൊല്ലും 3 പൃഷ്ഠ തകച്ച് കേൾക്കെ ഇതിനാൽ പുറത്തു തള്ളിപ്പോകാം. നിർത്താൻ, നിർത്താനാ പറഞ്ഞത്. മാറിക്കങ്ങട്. സ്വപ്നഭൂമിയില് ഞാൻ കുടിച്ച കിണറില് പുതുവെള്ളം തൊടിച്ചു തുള്ളി പതിഞ്ഞ് പെരുകണു. ചെന്ന് നോക്ക്. ഞാനിവിടെ കുത്തിയ കിണറ്റിൽ ആദ്യത്തെ കുടം വെള്ളം ആരൊക്കെ എതിർത്താലും ഈ നാടിന്റെ മഹാദേവിക്കുള്ളതാ. അത് കഴിഞ്ഞ് വേറെ ആരോ അതിൽ തൊടൂ. സ്വന്തം ജലം കൊണ്ട് സ്വപ്നഭൂമി നനയുമ്പോ നികൃഷ്ടമായ ആചാരങ്ങളും രീതികളും ഒക്കെ അതിലൊലിച്ചു പോകുന്ന ഒളിഞ്ഞും പൊതിഞ്ഞും എന്നോട് പറഞ്ഞിട്ടില്ലേ? അത് സത്യമാണെങ്കിൽ ഈ ദേവി കരിയാത്ത മലയിലേക്ക് പോകില്ല, എന്റെ കൂടെ വേദവൃത്തിക്ക് വരും. വാ. ഞങ്ങൾ വേഗം നിറക്ക. ആരെങ്കിലും ചെല്ലാൻ സഹായിക്കാം.
മാറ്റങ്ങളുടെ ഈ പുണ്യവാഹിനിയെ ഈ മണ്ണിലെത്തിച്ചത് വേദപുരത്തു നിന്നെത്തിയ ഈ ദേവകുമാരനാണ്. ഈ ദേവന്റെ പ്രാണനാണിവൾ ദേവയാനി. പുണ്യജലത്തിന്റെ പൂർണ്ണകുംഭം ശിരസിലേറ്റിയ ഇവൾ ഇനി പ്രശ്നയല്ല. മരുത്താളന്റെ പെണ്ണാദ്യമായി മറുനാട്ടിലെ പുരുഷന്റെ കൈപിടിക്കട്ടെ. ഈ പുണ്യകർമ്മം നടത്തിക്കൊടുക്കാൻ ഹൃദയപൂർവ്വം മുന്നോട്ട് വരുന്ന ആരുണ്ട് ഇവിടെ? ഞാനുണ്ട്. പാതാളങ്ങൾക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങൾക്കും ചോറൂട്ട്. മാതം പുലരുമ്പം മുരൂട്ട് സ്വപ്നഭൂമിക്കിടാത്തിക്ക് നീരാട്ട്.